السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. يا صاحب الهم إن الهم منفرج أبشر بخير فإن الفارج الله. اليأس يقطع أحيانا بصاحبه لا تيأسن فإن الكافي الله. الله يحدث بعد العسر ميسرة لا تجزعن فإن الصانع الله. إذا ابتليت فثق بالله وارض به إن الذي يكشف البلوى هو الله. والله ما لك غير الله من أحد إذا فحسبك في كل لك الله. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഈ മഹത്തായ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള എന്റെ സഹപ്രവർത്തകരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, ഈ ശബ്ദം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും അൽ ഇസ്ലാഹ് റേഡിയോ സംവിധാനത്തിലൂടെയും ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകണം എന്ന നിലക്ക് അടുത്തല്ലെങ്കിലും അകലമെന്നെങ്കിലും വീക്ഷിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഈ സംഗമം നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ നമുക്കെല്ലാം സൗഭാഗ്യത്തിന് നിമിത്തമാകുന്ന ഒരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും ഈ മജ്‌ലിസ് വിട്ട് പിരിയുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹു അവന്റെ പ്രത്യേകമായ കരുണ മുഖേന പുറത്തു തന്ന് നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ,
മുൻഗാമികളുടെ പാതയിൽ അടിപതറാതെ എന്ന ഒരു വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ എന്നോടും നിങ്ങളോടും ഉണർത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ സത്യം കേൾക്കുവാനും അനുസരിക്കുവാനും ആ പാതയിൽ തന്നെ മുന്നേറി ജീവിച്ചു മരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി നാം തേടിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മുടെ 5 നേരത്തെ നമസ്കാരങ്ങളിലൂടെ, അതിനു പുറമേയുള്ള സുന്നത്ത് നമസ്കാരങ്ങളിലൂടെ, അതല്ലാത്ത സന്ദർഭങ്ങളിൽ നാം ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭങ്ങളിലൂടെ ഒക്കെ അല്ലാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്റെ അടിമക്ക് ഞാൻ ചോദിച്ചതുണ്ട് എന്ന് അല്ലാഹു പറയുന്ന ആ നേരം നോക്കി നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മുസ്തഖീമായ പാതയിൽ നീ ഞങ്ങളെ ചേർത്ത് തരേണമേ നാഥ, ആ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ വഴി ചേർക്കണമേ. അതായത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ, ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, നിന്റെ കോപത്തിന് വിധേയരായ ആളുകളുടെയോ കാര്യം മനസ്സിലായിട്ടും ആ പാതയിൽ നിന്ന് തെന്നിമാറി വഴിപിഴച്ചു പോയവരുടെ മാർഗങ്ങളിലൂടെയോ വഴി നടത്താതെ മനസ്സിലാക്കിയ സത്യത്തിൽ അടിയുറച്ച് അടിപതറാതെ മുന്നേറിയ അമ്പിയാക്കൾ, ശുഹദാക്കൾ, സിദ്ദീഖുകൾ, സാലിഹുകൾ, അവരുടെ പാതയിൽ നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തേണമേ എന്ന മനസ്സിൽ തട്ടിയുള്ള പ്രാർത്ഥന നിർവഹിച്ച ശേഷം നാം നമസ്കാരത്തിൽ ആമീൻ എന്നൊന്നിച്ച് പറഞ്ഞ് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മുടെ വിനയം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, സൃഷ്ടാവായ അല്ലാഹുവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള യാതൊരു നിലക്കുള്ള ന്യൂനതകളുമില്ലാത്ത സത്യം മാത്രം കൃത്യമായി വരച്ചു കാണിച്ചിട്ടുള്ള, വളരെയേറെ മാനവ സമൂഹത്തെ നന്മയുടെ പാതയിലേക്ക് നയിച്ചിട്ടുള്ള സന്ദേശങ്ങളാണ് മുൻഗാമികൾ ഈ ലോകത്ത് ബാക്കി വെച്ചുപോയ സന്ദേശങ്ങൾ. ആ പാതയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ് ഖിയാമത്ത് നാൾ വരേക്കുമുള്ള വിശ്വാസികൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിനു വേണ്ട രൂപത്തിലുള്ള പ്രബോധനങ്ങളും പ്രവർത്തനങ്ങളും ഇടമുറിയാതെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുവാനാണ് വിശ്വാസികൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ആ വിശ്വാസികളുടെ പ്രവർത്തനങ്ങളെ തടയിടുവാൻ വേണ്ടി ആ ശരിയായ പാതയിൽ നിന്ന് ജനങ്ങളെ അടർത്തി മാറ്റാൻ ശ്രമിക്കുന്ന ദുശക്തികൾ ലോകത്തുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സത്യവിശ്വാസികൾ അവരുടെ പ്രവർത്തന ഗോതയിൽ അടിപതറാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എപ്പോഴും സത്യത്തെ എതിർക്കുന്ന ആളുകൾ സ്വീകരിക്കാറുള്ള ഒരു തന്ത്രമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിലുള്ള മുൻഗാമികളുടെ പാതയെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളുടെ മാർഗങ്ങളിൽ നിന്ന് ആളുകളെ തടയുവാൻ വേണ്ടി ആ പാതയിലൂടെ മുന്നോട്ട് പോകുന്ന കഥനങ്ങളെ വികൃതമായി ചിത്രീകരിക്കലാണത്. അവരെക്കുറിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കലാണ് ആ കുതന്ത്രം. എന്തിനു വേണ്ടി? അവരെക്കുറിച്ച് ആളുകൾ മോശമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നത് കേൾക്കാൻ പോകില്ല. അവർ പറയുന്നിടത്ത് ആളുകൾ വരില്ല.
അവരെക്കുറിച്ച് ജനത്തിന് വല്ലാത്ത രോഷമുണ്ടാകും, വെറുപ്പുണ്ടാകും. അതുകൊണ്ട് ജനമനസ്സിൽ രോഷമുണ്ടാക്കുന്ന നിലക്കുള്ള ആരോപണങ്ങൾ പറഞ്ഞ് സമൂഹത്തെ അവരിൽ നിന്ന് അകറ്റി വെറുപ്പിക്കുവാനുള്ള കുതന്ത്രം ഏത് കാലത്തും സന്മാർഗനിഷ്ഠയോടെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് എതിരാളികൾ സ്വീകരിച്ചു പോരുന്ന ഒരു കേവല കുതന്ത്രമാണ്. എന്താണവരെ അതിന് പ്രേരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ജനമെങ്ങാനും നമ്മൾ പറഞ്ഞു വധിപ്പിച്ചിട്ടുള്ള ഈ ആരോപണങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ പറയുന്നതെങ്ങാനും കേട്ടുപോയാൽ അതുകൊണ്ട് നമ്മൾ പറഞ്ഞ് പടുത്തുയർത്തിയിട്ടുള്ള എല്ലാ കുപ്രജനങ്ങളുടെ ചീട്ടുകൊട്ടാരങ്ങളും തകർന്നു പോകും, ജനങ്ങൾ സത്യം മനസ്സിലാക്കി പോകും. അതുകൊണ്ടതാ അവർ ജനങ്ങളോട് പറയും, കേട്ടുപോകരുത്, ഒരിക്കലും അത് ശ്രദ്ധിച്ചു പോകരുത്. അഥവാ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ അത് കൃത്യമായി കേൾക്കാനാകാത്ത നിലക്ക് അവിടെ വല്ല ശബ്ദകോലാഹലങ്ങളും ഉണ്ടാക്കിക്കൊള്ളണം. ഈ ലോകത്തിന്റെ മാർഗദർശക ഗ്രന്ഥമായിക്കൊണ്ട് അവതീർണമായ പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന്റെ മുമ്പിൽ അങ്ങ് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ മാസ്മരികമായ ശൈലിയിലും അതിന്റെ വശ്യസുന്ദരമായ ആദർശത്തിലേക്കും അതേ ആബാലവൃദ്ധം ജനങ്ങളുടെ ഒഴുക്ക് കണ്ടപ്പോൾ ആ രാജ്യത്തുണ്ടായിരുന്ന ജനങ്ങളതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് ആളുകൾ വരാതിരിക്കാൻ അവിടത്തെക്കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ പറയാൻ തുടങ്ങി. ആരോപണങ്ങളുടെ വേലിക്കെട്ടുകൾ തകർത്തുകൊണ്ടും ആളുകൾ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടപ്പോൾ അതേ അന്നത്തെ നിഷേധികൾ എടുത്ത അടവാണ് വഖാലല്ലദീന കഫറൂ ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ. അവിശ്വാസികൾ പറഞ്ഞു, അവര് ജനത്തോട് പറഞ്ഞു, ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ കേട്ടുപോകരുത്, മുഹമ്മദ് പാരായണം ചെയ്യുന്ന ഖുർആൻ കേട്ടുപോകരുത്. വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ, അവിടെ നിങ്ങൾ അനാവശ്യമുണ്ടാക്കിക്കോ, അപശബ്ദമുണ്ടാക്കിക്കോ, നിങ്ങൾ വിജയികളായേക്കാമെന്ന് ആളുകളോട് പറഞ്ഞതെന്തിനു വേണ്ടിയാണെന്നോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളും തെറ്റായ പ്രചരണങ്ങളും ഹബീബിന്റെ തിരുനാവിൽ നിന്നെങ്ങാനും അത് കേൾക്കാൻ ജനങ്ങൾക്ക് അവസരം കിട്ടിപ്പോയാൽ ആ ജനങ്ങൾ ആ സത്യം മനസ്സിലാക്കില്ലേ, തങ്ങളുടെ കുതന്ത്രങ്ങൾ പൊളിഞ്ഞുപോയില്ലേ, തങ്ങൾ അതാ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞു പരത്തിയിട്ടുള്ളതൊക്കെ കള്ളപ്രചരണമായിരുന്നു എന്ന് മനസ്സിലാക്കി പോകുമല്ലോ ജനങ്ങൾ എന്ന് കരുതിയിട്ട് കേൾക്കരുത്, അടുക്കരുത്, ശ്രദ്ധിക്കരുതെന്ന് തിട്ടൂരമിറക്കിയ പ്രമാണിവർഗം. പക്ഷേ കാലങ്ങളോളം അതൊക്കെ പലരും തുടർന്നെങ്കിലും അതേ അവരുടെയൊക്കെ വേലിക്കെട്ടുകളെ മതിൽക്കെട്ടുകളെ ഭദ്രമായി തന്നെ തകർത്തുകൊണ്ട് അതിനെയെല്ലാം ചവിട്ടിത്തെറിപ്പിച്ചുകൊണ്ട് തന്നെ ജനങ്ങൾ സത്യം കേട്ടിട്ടുണ്ട് എല്ലാ കാലങ്ങളിലും. കാരണം ഇത് അല്ലാഹു നിശ്ചയിച്ച ഒരു സമ്പ്രദായമാണ്, ഇത് അല്ലാഹുവിന്റെ പ്രകാശമാണ്. ആ പ്രകാശത്തെ ഊരിക്കെടുത്താൻ ആര് ശ്രമിച്ചാലും പടച്ച റബ്ബിന് സമ്മതിക്കൂല. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. അവരവരുടെ വായകൾ കൊണ്ട് അല്ലാഹുവിന്റെ ഈ സത്യത്തിന്റെ പ്രകാശത്തെ അണച്ചുകളയാമെന്ന് ഊരിക്കെടുത്താമെന്നാണ് വിചാരിക്കുന്നത്, അങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ വല്ലാഹു മുതിമ്മു നൂരിഹി, അള്ളയവന്റെ പ്രകാശത്തെ പൂർത്തീകരിച്ചേ അടങ്ങൂ, അവൻ പൂർത്തീകരിക്കുന്നവൻ തന്നെയാണ്. വലൗ കരിഹൽ കാഫിറൂൻ, സത്യനിഷേധികൾക്കത് എത്ര തന്നെ വെറുപ്പാണെങ്കിലും ലോകത്ത് സത്യത്തെ അല്ലാഹു നിലനിർത്തും. അങ്ങനെയാണ് ലോകത്ത് സത്യം ഇന്നും നിലനിൽക്കുന്നത്. മഹാന്മാരായ പ്രവാചകന്മാരഖിലം ലോകത്തോട് പഠിപ്പിച്ച ഏറ്റവും വലിയ ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ പരമപ്രധാനമായ സിദ്ധാന്തം, മനുഷ്യ മനസ്സുകളെ ശുദ്ധീകരിക്കുന്ന സിദ്ധാന്തം, മനുഷ്യന്റെ മനസ്സുകളിൽ നിന്ന് വേണ്ടാത്ത ചിന്തകളെ കുടിയിറക്കുന്ന ആദർശം,
പടച്ച റബ്ബിലേക്ക് മനുഷ്യൻ ഏറ്റവും കൂടുതൽ അടുക്കുവാനുള്ള ആവേശം പകരുന്ന ആദർശം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഞാൻ പതറൂല, തളരൂല. കാരണം എനിക്കെന്റെ റബ്ബുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. അതേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മനക്ലേശമുള്ള നേരത്ത് മുഅ്മിനീങ്ങളെ നമ്മോട് പറയാൻ വേണ്ടി പഠിപ്പിച്ച ദിക്റാണത്. വിഷമം കൊണ്ട് മനസ്സ് കൊടുമ്പിരിക്കൊള്ളുമ്പോ, നിന്റെ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നുമ്പോ പറഞ്ഞോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആവർത്തിച്ചാവർത്തിച്ച് നമ്മെക്കൊണ്ട് പറയിപ്പിക്കുന്ന, മനസ്സിന് ആവേശം പകരുന്ന, മനസ്സിന് സാന്ത്വനം നൽകുന്ന, മനസ്സിന് സമാധാനം നൽകുന്ന, അതേ എത്ര തന്നെ ഒറ്റക്കാണെങ്കിലും സത്യത്തിന്റെ മുമ്പിൽ അതേ ഞാൻ കൃത്യമായി ഉറച്ചു നിൽക്കുമെന്ന് മനുഷ്യ മനസ്സിന് ധൈര്യം പകർന്നുകൊണ്ടിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ആദർശമാണ് മഹാന്മാരായ പ്രവാചകന്മാർ അഖിലം പഠിപ്പിച്ചത്. ആദർശത്തിന്റെ കാമ്പ് എന്താണെന്ന് ചോദിച്ചാൽ, സർവ ആരാധനകളിലും കുടിക്കൊള്ളുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥന സർവശക്തനായ ഖാലിഖായ അല്ലാഹുവിനോട് മാത്രമേ ആകാൻ പാടുള്ളൂ. അതെല്ലാവർക്കും യോജിക്കാവുന്ന ഒരു പോയിന്റാണ്. ആരാധനകൾ അഖിലം സർവശക്തനായ റബ്ബിനെ സമർപ്പിക്കാവൂ. കാരണം എന്താണ്? ഈ ലോകത്തതാ രണ്ടായി നമ്മൾ വിഭജിച്ചാൽ, ഒന്ന് സൃഷ്ടി, മറ്റൊന്ന് സൃഷ്ടാവ്. സൃഷ്ടാവ് ഒരുവനേയുള്ളൂ, ബാക്കിയെല്ലാം സൃഷ്ടികളാണ്. സൃഷ്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും സൃഷ്ടാവ് മാത്രം നൽകുന്നതാണ്. നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും അല്ലാഹുവിങ്കിൽ നിന്നാകുന്നു. അതുകൊണ്ട് സൃഷ്ടികൾക്കൊരു കടമയുണ്ടതെന്താ? തനിക്ക് വേണ്ടതെല്ലാം വേണ്ട സമയത്ത് വേണ്ടത്ര അളവിൽ നൽകി പടിപടിയായി തന്നെ സംരക്ഷിച്ച് പരിപാലിച്ചു പോരുന്ന റബ്ബ്, ആ റബ്ബിന്റെ നിഅമത്തുകൾക്ക് പരിപൂർണമായും ശുക്ർ ചെയ്യാനൊന്നും മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. അത്രത്തോളം നിഅമത്താണ് അല്ലാഹു ചൊരിഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലോ ശുക്ർ നമ്മൾ മറ്റൊരാൾക്ക് കൊടുത്തുകൂടാ. അതല്ലേ റബ്ബ് ആവശ്യപ്പെടുന്നത്? വഷ്കുറൂ നിഅമത്തല്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅ്ബുദൂൻ. നിങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കണേ, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ. ഇത് അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. ഈ നിർദ്ദേശം നിർബന്ധമായും അക്ഷരം പ്രതി പാലിക്കേണ്ടവരാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ ആരാധിക്കപ്പെടുന്ന ഒരൊറ്റ ശക്തിയേയുള്ളൂ എന്നല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കാമ്പ്. ആ ശക്തിക്ക് അല്ലാഹു തആല നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള കഴിവുണ്ട്. ആ കഴിവുകൾ മറ്റൊരു ശക്തിക്കും ഇല്ല. ആരെയാണോ ആരാധിക്കേണ്ടത്, ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്, ആരെയാണ് ഇലാഹായി കാണേണ്ടത്, അതേ ചില പ്രത്യേക കഴിവുകൾ ഉള്ളവനെ മാത്രം അത് ലോകത്ത് എവിടെ തെരഞ്ഞാലും ആർക്കും കിട്ടുകയില്ല. അത് സർവശക്തനായ അല്ലാഹുവിന് മാത്രമേ ആ ഗുണങ്ങളുള്ളൂ. എല്ലാം കേൾക്കുന്നവനാകണം ഇലാഹ്, എല്ലാം കേൾക്കുന്നവനാകണം. ചിലത് കേട്ട് ചിലത് കേൾക്കാത്തവന് ഇലാഹാകാൻ കൊള്ളൂല. എല്ലാം കാണുന്നവനാകണം. ചിലത് കാണും, ചിലപ്പോ കാണൂല, അത് പറ്റൂല. എല്ലാം അറിയുന്നവനാകണം ഇലാഹ്. എല്ലാത്തിനെപ്പറ്റിയും അവന് വളരെ കൃത്യമായ അറിവ് വേണം. എല്ലാത്തിനും അവന് കഴിവുണ്ടായിരിക്കണം. ഒരിക്കലും മരിച്ചു പോകാത്തവനാകണം. അതേ, മയക്കം പോലും ബാധിക്കാത്തവനാകണം, ഉറക്കവും ബാധിക്കാത്തവനാകണം, അല്പം പോലും ക്ഷീണം അനുഭവപ്പെടാത്തവനാകണം. ഇതൊക്കെ ആയത്തുകളിൽ പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ ഗുണങ്ങളൊക്കെ ഒത്തിണങ്ങിയിട്ടുള്ള ഒരു ശക്തി ആരാണുള്ളത്? അല്ലാഹുവല്ലാതെ. അല്ലാഹുവല്ലാത്ത പലരെയും പലതിനെയും ആരാധിക്കുന്ന, പൂജിക്കുന്ന, പലതിന്റെയും മുമ്പിൽ നമിക്കുന്ന എല്ലാ മനുഷ്യരും അവരുടെ മനസ്സുകളോട് ആത്മാർത്ഥമായി ചോദിക്കട്ടെ. എല്ലാം കഴിയുന്ന, എല്ലാവരെയും അറിയുന്ന, എല്ലാം കേൾക്കുന്ന, എല്ലാത്തിനും കഴിയുന്ന, ഉറങ്ങാത്ത, മയങ്ങാതെ, ഉണർന്നിരിക്കുന്ന, മരിക്കാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്ന,
എല്ലാത്തിനും കഴിവുള്ള, ക്ഷീണമെന്തെന്നൊരിക്കലും അനുഭവപ്പെട്ടിട്ടില്ലാത്ത ബ്രഹ്മാണ്ഡ കടാഹങ്ങളെ മുഴുവനും അതാ ഉണർന്നിരുന്നുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സർവശക്തനായ ഒരു ശക്തി അല്ലാതെ ആരെങ്കിലുമുണ്ടോ? പടച്ച റബ്ബിന്റെ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിക്ക് മുമ്പിൽ ഒരു സൃഷ്ടിക്കും മറുപടി പറയാൻ സാധ്യമല്ല. ഇതൊക്കെ സത്യമാണ്, അതറിയാത്തവരെല്ലാവരും. എന്നിട്ടും മനുഷ്യൻ ഈ സത്യങ്ങളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അല്ലാഹുവല്ലാത്തവരെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മേൽപ്പറഞ്ഞ കഴിവുകളൊക്കെ അവരുടെ പല ആളുകളിലും അവർ സങ്കൽപ്പിച്ചു കൊടുക്കുകയാണ്, വകവെച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവിനെ പോലെ എല്ലാം കാണുന്നവരും കേൾക്കുന്നവരും അറിയുന്നവരും എല്ലാത്തിനും കഴിവുള്ളവരും, അതേ എന്നും നമ്മുടെ കൂടെ തന്നെ ഇങ്ങനെ ജാഗ്രതയോടെ ഇരിക്കുന്നവരും, ആ നിലക്കുള്ള കഴിവുകളൊക്കെ ഒത്തിണങ്ങിയ പലരുമുണ്ടെന്ന നിലക്ക് സർവശക്തനായ റബ്ബിനവർക്കുള്ള കഴിവുകളങ്ങ് മുൻകൂട്ടി തീരെഴുതി വിട്ടുകൊടുത്തിരിക്കുകയാണെന്ന അബദ്ധവിശ്വാസത്തിൽ കെട്ടിപ്പൊക്കിയ നിലക്ക് അല്ലാഹുവല്ലാത്തവരെ മനുഷ്യനാരാക്കുന്നു, തുറന്നു നേർപ്പുകൾ കൊടുക്കുന്നു, വഴിപാടുകൾ സമർപ്പിക്കുന്നു, അവരുടെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്നു. എന്താണ് അവരുടെ ഈ പഴച്ച വിശ്വാസത്തിന് കാരണം? അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ആ കറകളഞ്ഞ പാതയല്ല അവര് മനസ്സിലാക്കിയത്. അവര് മനസ്സിലാക്കിയത് എന്താണ്? പലപ്പോഴും കേട്ടുകേൾവികളും ഊഹാപോഹങ്ങളുമാണ്. യഥാർത്ഥത്തിലുള്ള ദൈവീകമായ സന്ദേശങ്ങളെയോ പ്രമാണങ്ങളെയോ അല്ല അവര് പിൻപറ്റിയത്. അവിടെയാണ് തകരാറ് സംഭവിച്ചത്. അതുകൊണ്ട് പ്രമാണങ്ങളിലൂടെ മനുഷ്യനങ്ങ് പരിശോധന നടത്തിയാൽ അവന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും, ഈ ലോകത്ത് മേൽപ്പറഞ്ഞ ഗുണങ്ങളുള്ള ഒരു ശക്തിയും അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്പിയാക്കളുടെ കൂട്ടത്തിൽ പോലും കാണാൻ സാധ്യമല്ല. എന്നിട്ടല്ലേ ബാക്കിയുള്ള ആളുകൾ എല്ലാം കാണുന്ന ഒരു നബി, എല്ലാം കേൾക്കുന്ന ഒരു നബി, എല്ലാം അറിയുന്ന ഒരു നബി, എല്ലാത്തിനും കഴിവുള്ള ഒരു നബി, ഉറങ്ങാത്ത നബി, മയങ്ങാത്ത നബി, ക്ഷീണം ബാധിക്കാത്ത നബി, അല്ലാഹുവല്ലാതെ അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണല്ലോ അമ്പിയാക്കൾ. അമ്പിയാക്കളുടെ കൂട്ടത്തിൽ പോലും അങ്ങനെ കഴിവുള്ളവരില്ല. അതിന്റെ താഴെയല്ലേ ബാക്കി വരുന്ന മറ്റു മഹാത്മാക്കളും സജ്ജനങ്ങളുമൊക്കെ. എല്ലാവരുടെയും കേൾവികൾക്കും കാഴ്ചകൾക്കും അറിവിനുമൊക്കെ പരിമിതികളുണ്ട്. ലോകത്തെ ഒന്നാമത്തെ മനുഷ്യൻ നമ്മുടെ ഉപ്പ ആദം അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് അതേ ശൈത്താൻ വന്നുകൊണ്ട് ഒരു കുതന്ത്രം പ്രയോഗിക്കുന്നു. എന്തും പറഞ്ഞിട്ടാ നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും വഴിതെറ്റിച്ചത്? സ്വർഗത്തിലായിരുന്ന ആദം അലൈഹിസ്സലാമിനെയും ഹവ്വാ റളിയല്ലാഹു അൻഹയെയും അതേ ശൈത്താനതാ ദുർമന്ത്രണം കൊടുക്കുകയാണ്. അവരുടെ മനസ്സിൽ വേണ്ടാത്തത് തോന്നിപ്പിക്കുന്നു, അവരുടെ മനസ്സിലതാ ചില മോഹങ്ങൾ ഇട്ട് കൊടുക്കുന്നു. ഹൽ അദുല്ലുക അലാ ശജറത്തിൽ ഖുൽദി വമുൽകിൻ ലാ യബ്ലാ. അതേ ഒരിക്കലും നശിച്ചു പോകാത്ത അധികാരം, അതുപോലെ സ്വർഗത്തിൽ തന്നെ ശാശ്വതമായി കഴിയാനുള്ള പ്രത്യേകമായ അവസ്ഥാവിശേഷം ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മരത്തെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്നും പറഞ്ഞ് നല്ല സുന്ദര വാക്കും കൊണ്ടാണ് ഇബ്ലീസ് നമ്മുടെ മാതാപിതാക്കളെ സമീപിച്ചത്. ഇതെന്നെ വഞ്ചിക്കുകയാണ് ഇവര് എന്ന് ആദം നബി അലൈഹിസ്സലാമിനോ നമ്മുടെ ഉമ്മാക്കോ മനസ്സിലായില്ല. അത് അവരുടെ കുഴപ്പമല്ല, അവരുടെ മനസ്സിന്റെ, അവരുടെ അറിവിന്റെ പരിധിയാണ്, അവരുടെ അറിവിന്റെ പരിമിതിയാണ്. തങ്ങളെ പഴപ്പിക്കാനാണ് ഈ ചങ്ങാതി സംസാരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായിരുന്നെങ്കിൽ അവരൊരിക്കലും അള്ളാഹ് വിരോധിച്ചിട്ടുള്ള വിലക്കപ്പെട്ട കനി നമ്മുടെ ഉമ്മയോ ഉപ്പയോ ഭക്ഷിക്കില്ലായിരുന്നു. അപ്പൊ അവർക്കത് മനസ്സിലായില്ല. അത് അവരുടെ അറിവിന്റെ പരിധിയാണ്. എത്രയെത്ര ഉദാഹരണങ്ങളുടെ പ്രിയമുള്ളവരെ ആ മേഖലയിലേക്ക് അങ്ങ് കടന്നാൽ, ഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അതേ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അതിഥികളായ ചില മനുഷ്യവേഷത്തിൽ മലക്കുകൾ കയറി വന്ന ഒരു രംഗം ഖുർആൻ പറയുന്നുണ്ടല്ലോ. ആ വന്നത് മനുഷ്യവേഷത്തിലുള്ള അതിഥികളായതുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വീട്ടിലേക്ക് വന്ന അതിഥികളെന്ന നിലക്ക് വിഭവസമൃദ്ധമായ അതിഥി സൽക്കാരമാണ് നടത്തുന്നത്. നല്ല രൂപത്തിലുള്ള ഭക്ഷണമുണ്ടാക്കി അവരുടെ മുമ്പിൽ വെച്ചുകൊടുത്ത് അവരുടെ കൈകൾ അതിലേക്ക് നീളാത്തത് കണ്ടപ്പോൾ
ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിക്കുകയാണ്, നിങ്ങൾ എന്തേ ഭക്ഷിക്കാത്തത്, എന്തേ നിങ്ങൾ ഭക്ഷിക്കാത്തത് എന്ന ചോദ്യം വന്നത് മലക്കുകളാണെന്നറിഞ്ഞിട്ട് കളിയാക്കാൻ ചോദിച്ചതാണോ? ഒരിക്കലും അല്ലല്ലോ. വന്നത് അതിഥികളാണ്, മനുഷ്യരാണെന്ന നിലക്ക് അവരോടല്ലേ ഭക്ഷണം കഴിക്കാൻ പറയേണ്ടത്. അതുകൊണ്ട് അവര് ഭക്ഷണം കഴിക്കാത്തതെന്തെന്ന് ചോദിച്ചപ്പോഴാണ് അവര് പറയുന്നത്, ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്, ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമുദായത്തിലേക്ക് അയക്കപ്പെട്ടിട്ടുള്ള മലക്കുകളാകുന്നു ഞങ്ങൾ. അത് പറഞ്ഞപ്പോഴാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന് മനസ്സിലായത്, ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയത് വെറുതെ പോയി, ഇവരിത് തിന്നുന്ന ആളുകളല്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അറിവിന്റെ പരിധിയാണത്, അറിവിന്റെ പരിധിയാണത്. എല്ലാം അറിയാനോ മറഞ്ഞ കാര്യങ്ങൾ അറിയാനോ മഹാനവറുകൾക്ക് പോലും സാധ്യമാണോ? യഅ്ഖൂബ് നബി അലൈഹിസ്സലാം താനേറെ സ്നേഹിച്ച യൂസുഫ് എന്ന പൊന്നാര മകന്റെ തിരോധാനം വർഷങ്ങളോളം അനുഭവിച്ചില്ലേ? മകൻ എവിടെയാണെന്ന സൂക്ഷ്മമായ വിവരം കിട്ടാതെ മനസ്സ് വിഷമിച്ചുകൊണ്ട് മഹാനായ പ്രവാചകൻ കരഞ്ഞ് കാലം കഴിച്ചു കൂട്ടിപ്പോയി. അള്ളയതാ സൂറത്ത് യൂസുഫിലൂടെ തന്നെ പഠിപ്പിക്കുന്നു, മഹാനവറുകളുടെ കണ്ണുകൾ വെളുത്തുപോയി. സങ്കടം കൊണ്ട് കരഞ്ഞ് കരഞ്ഞ് വിഷമം ഒതുക്കിപ്പിടിച്ച അദ്ദേഹം കാലം കഴിച്ചുകൂട്ടി. അറിയാൻ സാധിച്ചില്ല മഹാനായ പ്രവാചകനായ യഅ്ഖൂബ് നബി അലൈഹിസ്സലാമിന്റെ പോലും അറിവിന്റെ പരിധിയാണ്, അറിവിന്റെ പരിധിയാണതെന്ന് മനസ്സിലാക്കിക്കോ. അതേ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധക്കളത്തിലതാ ശത്രുക്കൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള ചതിക്കുഴിയിൽ വീഴുകയാണ്. ശത്രു തനിക്ക് വേണ്ടി ചതിക്കുഴി ഉണ്ടാക്കിയിട്ടതിന്റെ മേലെ മണ്ണിട്ടിട്ടുണ്ടെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതെ അതിലേക്ക് വീഴുന്നു. അവിടത്തേക്ക് പരിക്ക് പറ്റുന്നു, അവിടുത്തെ മുഖത്ത് നിന്ന് രക്തം ചീറ്റുന്നു. അതേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പോലും അറിവിന്റെ പരിധിയാണത്. ബദർ യുദ്ധം നടക്കുന്ന നേരം ശത്രുവിന്റെ ഭാഗത്ത് എത്രയാളുണ്ടെന്നറിയാൻ വഴികളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അത് അറിയണം. അവിടുന്നതാ ഒരു സംഘത്തെ കാരന്മാരായിക്കൊണ്ട് അപ്പുറത്തുള്ള ശത്രുക്കളുടെ എണ്ണമറിയാൻ വേണ്ടി പറഞ്ഞേക്കുന്നു. നബിതങ്ങളുടെയും സഹാബത്തിന്റെയും ഒക്കെ അറിവിന്റെ പരിധിയാണത്. ഇനിയും സഹോദരന്മാരെ ആലോചിച്ചു നോക്കൂ, എത്രയോ സംഭവങ്ങളില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് യുദ്ധത്തിൽ അതാ വധിക്കപ്പെട്ടു എന്ന ഒരു കിംവദന്തി ശത്രുക്കൾ പരത്തിയില്ലേ. മുസ്ലിമീങ്ങളുടെ വീര്യം ചോർത്താൻ, സഹാബത്തിന്റെ മനസ്സൊന്ന് പതറാൻ, യുദ്ധക്കളത്തിൽ അവർ പരിഭ്രമിക്കാൻ വേണ്ടി ശത്രു ഇറക്കിയ ഏറ്റവും വലിയ കുതന്ത്രമായിരുന്നു നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന ഒരു ഊഹാപോഹം പടക്കളത്തിലെന്ന് പ്രചരിപ്പിച്ചപ്പോൾ സത്യത്തിൽ നബിതങ്ങൾ വഫാത്തായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഗ്രൗണ്ടിൽ തന്നെയുള്ള സഹാബത്ത്, വഹദീങ്ങളായ സഹാബത്ത് കാര്യമെന്താണെന്നറിയാതെ പരിഭ്രമിച്ച് ചെതറിയോടുന്നു. മനസ്സിലായില്ല എന്താ സംഭവിച്ചതെന്നറിയാതെ സഹാബിമാര് ചെതറിയോടുകയാണ്, സത്യാവസ്ഥയറിയാതെ വിഷമിക്കുകയാണ്. സഹാബത്തന്നെ ആകെ പരിഭ്രമത്തിലാവുകയാണ്. എത്രത്തോളം പരിഭ്രമിച്ചു എന്ന് കേൾക്കണോ? സ്വന്തം ടീമിൽപ്പെട്ട സഹാബിയെപ്പോലും ശത്രുവാണെന്ന് കരുതിയിട്ട് കൊല്ലുന്നു. ഹുദൈഫത്ത് ബിനുൽ യമാൻ, ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ യമാൻ റളിയല്ലാഹു അൻഹു, പാപ്പയും മോനും കൂടെ ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ പക്ഷത്ത് നിലയുറപ്പിച്ച ആളുകളാണ്. ഈ ന്യൂസ് അങ്ങ് പരന്നപ്പോൾ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ അങ്കലാപ്പുണ്ടായിട്ട് പേടിച്ചു ചിന്നിച്ചിതറിയോടുന്നതിനിടയിൽ കണ്ടവരെയൊക്കെ കൊല്ലുന്ന നേരത്ത് ശത്രുവാണെന്ന് വിചാരിച്ചിട്ട് സഹാബിയായ യമാൻ റളിയല്ലാഹു അൻഹുവിനെ പോലും മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്നതാ കൊല്ലാൻ ശ്രമിക്കുന്നു. മകനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു നോക്കി, കൊല്ലരുതേ, അതെന്റെ ബാപ്പയാണ്, ബാപ്പയാണ്, കൊല്ലല്ല, നമ്മുടെ കൂട്ടത്തിലെ ആളാണെന്ന് പറഞ്ഞുവെങ്കിലും പരിഭ്രമിച്ച നേരമായതുകൊണ്ടതൊന്നും കേൾക്കാത്ത നിലക്കായി പോയപ്പോൾ മുസ്ലിമീങ്ങളുടെ കൈകൊണ്ട് തന്നെ യമാൻ റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നു.
ഉഹദിൽ പങ്കെടുത്ത സഹാബത്ത് ഉഹദീങ്ങളുടെ അറിവിന്റെ പരിധിയാ പറയുന്നത്. അവരുടെ അറിവിന്റെ പരിധിയും പരിമിതിയുമാ പറയുന്നത്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും വാരയപ്പുറത്ത് ജീവിച്ചിരിപ്പുണ്ട്. സഹാബത്തിനത് മനസ്സിലാകുന്നില്ല. അവിടുന്ന് ക്ഷീണിതനായി ഒരു പാറക്കല്ലിൽ കയറിയിരുന്നുകൊണ്ട് പരിഭ്രമിച്ച നാല് ഭാഗത്തേക്കും ചെതറിയോടുന്ന സഹാബിമാരെ തിരിച്ചു വിളിക്കുന്നുണ്ട്. ഇലയ്യ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ ഓടിപ്പോകല്ല, എന്റെ അടുത്തേക്ക് വരൂ, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ഹയാത്തിലുണ്ടെന്ന് അള്ളാന്റെ റസൂൽ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ കേൾക്കണോ? ഇത് തുസ്ഇദൂന വലാ തൽബൂന അലാ അഹദിൻ വറസൂലു യദൂകും ഫീ ഉഖറാകും. അതേ, നിങ്ങളിങ്ങനെ മലമുകളിലേക്ക് ചിന്നിച്ചിതറി ഓടിപ്പാവുന്ന നേരത്ത് അല്ലാഹുവിന്റെ റസൂല് നിങ്ങളെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ പരിഭ്രമം കൊണ്ടത് കേൾക്കാൻ പോലും കഴിയാതെ നിങ്ങൾ ചിന്നിച്ചിതറിയതാ തിരിഞ്ഞു നോക്കാതെ ഓടുന്നു. ഉഹദിൽ പങ്കെടുത്ത ഉഹദീങ്ങളാകുന്ന സഹാബത്തിന്റെ അറിവിന്റെയും കഴിവിന്റെയും ഒക്കെ പരിധി ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും, ശുഹദാക്കളുടെ അറിവിന്റെ പരിധി ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും, മഹാന്മാരായ പ്രവാചകന്മാരുടെ പോലും അറിവിന്റെ പരിധി, ഇതൊക്കെ പ്രമാണങ്ങൾ നമ്മോട് മനസ്സിലാക്കി തരുന്നു. എന്തിനാ ഒരു പരിധിയും പരിമിതിയില്ലാത്ത അറിവ് അള്ളാഹ്ക്കേ ഉള്ളൂ എന്ന് പഠിപ്പിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടത് അംഗീകരിക്കാൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സാധ്യമാകുന്നില്ല. വാളെടുത്ത് ചുഴറ്റി പിടിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് പറയുന്നവന്റെ തല ഞാൻ വെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഉറഞ്ഞുകൊള്ളുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തേ? അദ്ദേഹത്തിനത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. മനുഷ്യരുടെ പരിധിയാണത്, പരിമിതികളാണത്, ന്യൂനതകളാണത്. പക്ഷേ സർവശക്തനായ അല്ലാഹു ഈ നിലക്കുള്ള ഒരു ന്യൂനതകളും ഉള്ളവനല്ല, പരിധികളുള്ളവനല്ല, പരിമിതികളുള്ളവനല്ല. വഹുവ ബികുല്ലി ശൈഇൻ അലീം, അവനെല്ലാം നന്നായി അറിയുന്നവനാണ്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവനെല്ലാത്തിനും കഴിവുള്ളവനാകുന്നു. ഇങ്ങനത്തവനെ മാത്രമേ ഇലാഹാക്കാൻ പറ്റൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റൂ, അവനു വേണ്ടി മാത്രമേ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ പറ്റൂ, അവന്റെ മുമ്പിൽ മാത്രമേ നമിക്കാൻ പാടുള്ളൂ. ആ നിലക്ക് സർവശക്തനായ അല്ലാഹു മനുഷ്യനെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. എന്നാലോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പോലും പറയുന്നതെന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പോഴും എല്ലാ സൃഷ്ടികളുടെയും അവസ്ഥകളും ഹബീബ് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. വലാ തഖ്ഫാ അലൈഹി ഖാഫിയ, അവിടുത്തേക്ക് അജ്ഞാതമായതോ അറിയാത്തതോ ഒന്നുമില്ല. യറാ ജമീഅദ് ദുനിയാ, ദുനിയാവ് മുഴുവനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ് പോലും. ബിഐനിഹിൽ മുബാറക, അവിടുത്തെ മുബാറക്കായ കണ്ണുകൊണ്ട്. അവിടുന്ന് ആരിൽ നിന്നും ദൂരെയല്ല, എല്ലാവരുടെയും സമീപസ്ഥനാണ്. ഓരോ മുസൽമാന്റെയും കൂടെ തന്നെ നബിതങ്ങളുണ്ട് പോലും. തങ്ങളെല്ലാവരുടെയും പ്രവർത്തനങ്ങൾ വ്യക്തമായി കാണുകയാണ്, അറിയുകയാണ്. അങ്ങനെ വ്യക്തമായി നബിതങ്ങൾ എല്ലാവരുടെയും കൂടെ നിന്നുകൊണ്ട് അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ വ്യക്തമായി കാണുന്നു, അറിയുന്നു. ആ വിശ്വാസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് നിലനിൽക്കുന്നത്. സുഹൃത്തുക്കളെ, ഇത് പ്രമാണങ്ങളോട് യോജിക്കുമോ? ഇത് മുൻഗാമികളുടെ പാതയുമായി യോജിക്കുമോ? മഹാന്മാരായ സഹാബത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും ഉണ്ടായ സംഭവങ്ങളാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്. അവിടുന്ന് എല്ലാവരുടെയും കൂടെ ജീവിച്ചിരിക്കുമ്പോൾ പോലുമുണ്ടോ? എല്ലാവരുടെ പ്രവൃത്തിയും അവിടുന്ന് കാണുന്നുണ്ടോ? എല്ലാവരുടെ പ്രവൃത്തിയും അവിടുന്ന് കേൾക്കുന്നുണ്ടോ? ഇല്ല. എത്രയോ സംഭവങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? അതേ അവസരത്തിൽ മഹാന്മാരായ ആളുകളെ സംബന്ധിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാത്മാക്കളെല്ലാം അറിയുന്നു എന്നാണ്. എല്ലാം അറിയുന്നു എന്നാ പറഞ്ഞാലും പോരാ, മുരീദായ മനുഷ്യനോട് പറയുന്നു, നീ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും, ഏത് ഭാഗത്താണ് നീ സ്ഥിതി ചെയ്യുന്നതെങ്കിലും,
ഔലിയാക്കളെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളിൽ ഏർവാടി ചരിത്രം എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിക്കട്ടെ. അതേ ഏർവാടി ശൈഖ് പറയുന്ന പോലും, ഞാൻ അസ്തഗിരിയിലും എന്റെ ശിഷ്യൻ ഉദയഗിരിയിലും ഇരുന്നാലും ശരി, ഒരു ചെന്നായി കടിക്കുന്ന പേപ്പട്ടി എന്നും കരുതാം ബ്രാക്കറ്റിൽ, ഒരു ചെന്നായി കടിക്കുന്ന വിഷയം പോലും ഞാൻ അറിയുന്നവനാണ്. അതിൽ നിന്നും അവരെ ഞാൻ രക്ഷിക്കും. അങ്ങനെയുള്ള കയ്യിനെ അല്ലാഹു എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഇപ്രകാരം ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ തങ്ങൾ പ്രസ്താവിച്ചിരിക്കുന്നു. കണ്ടോ, മനുഷ്യനതാ ഒരു ഭാഗത്ത് ലോകത്തിന്റെ ഒരറ്റത്തത ഒരു മനുഷ്യന് എന്ത് സംഭവിച്ചാലും ഇന്നുമതാ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ് അതൊക്കെ കാണുന്നു, കേൾക്കുന്നു, വിളിക്കാൻ വിളിപ്പുറത്ത് എത്തുന്നു, സഹായിക്കുന്നു, സംരക്ഷിക്കുന്നു. ഈ നിലക്കാണ് മഹാന്മാരായ ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും ആ വിശ്വാസത്തോടെയാണ് തേടുന്നത്. അതല്ലേ ബുർദ ബൈത്തിലൂടെ ചോദിക്കുന്നത്, യാ അക്റമൽ ഖൽഖി മാലി മൻ നലൂദു ബിഹി ശിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമീമി വഇന്ന മിൻ ജൂദിക ദുനിയാ വബറതഹാ ومن علومك علم اللوح والقلم. സൃഷ്ടികളിൽ ഔദാര്യനായ നബിയെ, ബുദ്ധിമുട്ടും പ്രയാസവും വിഷമങ്ങളും കൊടുമ്പിരിക്കൊള്ളുന്ന നേരത്ത് അങ്ങയോടല്ലാതെ അഭയം ചോദിക്കാൻ എനിക്ക് വേറെ ആരാ ഉള്ളത് നബിയേ? നബിയെ, നിങ്ങളോടല്ലാതെ എനിക്ക് ആരോടാ അഭയം ചോദിക്കാനുള്ളത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ചു നോക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് സ്വഹാബത്ത്, അല്ലാഹുവിന്റെ റസൂൽ എല്ലാം കേൾക്കും, എല്ലാം കാണും, എവിടുന്ന് വിളിച്ചാലും കേൾക്കും, അറിയുമെന്ന വിശ്വാസം സഹാബത്തിന് ഉണ്ടായില്ല. അതുകൊണ്ടാ ചോദിക്കാനുള്ളതൊക്കെ ഹബീബിന്റെ അരികിൽ പോയിട്ടാ സഹാബത്ത് ചോദിച്ചത്. ആണുങ്ങളും അങ്ങനെ തന്നെ, പെണ്ണുങ്ങളും അങ്ങനെ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വല്ല സംശയവും തീർക്കാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് സഹാബത്ത് സ്വീകരിച്ച മാർഗം അവരവരുടെ താമസ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ് എന്ന് വിളിച്ച് തേടലായിരുന്നുവോ? അല്ല, മറിച്ച് എന്താ ചെയ്തത്? അവിടുന്ന് ഹയാത്തിലുള്ള ഇടത്ത് എവിടെയാണോ ജീവിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ പോയിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയേണ്ട കാര്യങ്ങൾ എന്താണെങ്കിൽ പറയും. അതാണ് സ്വഹാബത്തിന്റെ ഒക്കെ വിശ്വാസം. ഈ വിശ്വാസത്തിൽ നിന്ന് വിരുദ്ധമായി മഹാത്മാക്കളായ ആളുകൾ എല്ലാം കാണുകയാണ്, എല്ലാം കേൾക്കുകയാണ്, നമ്മുടെ കൂടെ തന്നെയുണ്ട്, ഈ കാൽ വിളിപ്പുറത്ത് വരും, ഇപ്പൊ നമ്മുടെ കൂടെ തന്നെയൊക്കെ അവർ സഞ്ചരിക്കുന്നുണ്ട്, നമ്മളവരെ കാണുന്നില്ല എന്നേയുള്ളൂ. കറാമത്തിന്റെ കണ്ണുള്ളവർക്ക് അവരെ കാണുകയും ചെയ്യാം, ഹസ്തദാനം കൊടുക്കുകയും ചെയ്യാം, അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യാം, അവരുടെ സഹായങ്ങൾ സ്വീകരിക്കുകയും ചെയ്യാം എന്നിടത്തേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. പ്രിയമുള്ളവരെ, ഒന്നും പ്രമാണങ്ങളിൽ ഉള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും വലിയ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത് നാടൊട്ടാകെ യാതൊരു നിലക്കുള്ള മുതൽ മുടക്കുമില്ലാത്ത വ്യവസായമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ജാറ വ്യവസായങ്ങളിലൂടെയാണ്. ഖബറാളികളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന രൂപം, ഖബറാളികളെ വിളിച്ചുകൊണ്ട് സഹായം ചോദിക്കുന്ന രീതി, ആ നിലയ്ക്ക് രാജ്യത്തൊട്ടാകെ പലരും മരിച്ചു കിട്ടിയാൽ മതി, അവരുടെ പേരിൽ ഒരു ഖബർ ഒരുക്കിയാൽ മതി എന്ന നിലക്ക് സിയാറത്തിന്റെ മറവിലാണ് എല്ലാ രൂപത്തിലുള്ള ശിർക്കിലേക്ക് എത്തുന്ന പ്രവർത്തനങ്ങളും സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജാറം കെട്ടുക എന്ന പരിപാടി ഇസ്ലാമിലില്ലല്ലോ. ഒരു മുസ്ലിമിന്റെ എത്ര മഹാനാണെങ്കിലും ഇസ്ലാമിലെ നിയമം എന്താണ് സുഹൃത്തുക്കളെ? ഭൂമിയുടെ വിധാനത്തിൽ നിന്ന് ഒരു ചാണിലപ്പുറം ആരുടെയും ഖബർ ഉയർത്തുവാൻ പാടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ അത്രയേ ഉള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അത്ര ഉയരമേ ഉള്ളൂ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അത്ര ഉയരമേ ഉള്ളൂ. ആ ഖബറുകൾ കണ്ടിട്ടുള്ള താബിഈങ്ങളും പിൽക്കാലക്കാരും അത് കണ്ടവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഏറ്റവും ഉത്തമമായ രൂപമെന്ന് അതേ ഖബർ കെട്ടാൻ വേണ്ടി ആയത്ത് ഹദീസുകൾ ദുർവ്യാഖ്യാനിക്കുന്ന മുസ്ലിയാക്കന്മാർ പോലും പലപ്പോഴും സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. നബി തങ്ങളുടെയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ ഖബർ ഒരു ചാണ് മാത്രമാണ് ഉയരം എന്ന് ഖബർ കെട്ടിപ്പടുക്കാൻ വേണ്ടി വാദോരാതെ പ്രസംഗിക്കുന്ന ആളുകൾക്ക് പോലും
ചില സന്നിഗ്ധഘട്ടങ്ങളിൽ ആ സത്യം അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാത് മുമ്പിൽ നീക്കക്കള്ളിയില്ലാതെയാകുമ്പോൾ അവർക്ക് പകരേണ്ടി വരുന്നു. പക്ഷേ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. ഒരു ഖബറും ഒരു ചാണിലപ്പുറം ഉയർത്തിക്കൂടാ, ഖബറിന്റെ പുറത്ത് തുണി മൂടിക്കൂടാ, ഖബർ ബഹുമാനാർത്ഥം തടവിക്കൂടാ, ചുംബനമർപ്പിച്ചുകൂടാ, നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൂടാ, അവിടെ ബഹുമാനാർത്ഥം അതേ വിളക്ക് കത്തിച്ചുകൂടാ എന്നൊക്കെ കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ അതേ പലപ്പോഴും എന്താ തെളിവായിട്ട് കൊണ്ടുവരാറുള്ളത്? ഖബർ മുത്താനും വിളക്ക് കത്തിക്കാനുമൊക്കെ തെളിവ് പറയുന്ന ആളുകളുടെ തെളിവിന്റെ കോലം വിളക്ക് കത്തിക്കാൻ പലപ്പോഴും പറയാറുള്ളത് എന്താ? അതേ എത്രയെത്ര ട്യൂബുകളാണ് മദീനയിൽ കത്തുന്നത്. മദീനയിലതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറുള്ള ഭാഗത്ത്, അതേ മസ്ജിദുൽ നബവിയുടെ ഭാഗത്ത്, മസ്ജിദുൻ നബവിയിലും ആ ഭാഗത്തുമൊക്കെ എത്രയെത്ര ട്യൂബുകളാണ് കത്തുന്നത്. അതാണ് പോലും വിളക്ക് കത്തിക്കാനുള്ള തെളിവ്. മനസ്സിലാക്കണം. പണ്ടൊരു മുസ്ലിയാർ ചോദിച്ചതുപോലെ, അതേ കൊടികുത്തി നേർച്ചക്ക് തെളിവുണ്ടോ മുസ്ലിയാരെ എന്ന് ചോദിച്ചപ്പോൾ, മിനായിലതാ എല്ലാ കൊല്ലവും കൊടികുത്തു നേർച്ചയല്ലേ നടത്തുന്നത്, സർവരാഷ്ട്രങ്ങളുടെയും കൊടി അവിടെ കുത്തുന്നില്ലേ? ഹജ്ജ് എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ഉറൂസല്ലേ? ഹജ്ജ് എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ആണ്ട് നേർച്ചയല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അതേ മസ്ജിദുൻ നബവിയിലും അവിടെ ലൈറ്റ് കത്തിക്കാനും കെടുത്താനും ഒക്കെ ഉദ്യോഗസ്ഥന്മാര് വരെ ശമ്പളത്തിന് നിർത്തപ്പെട്ടിട്ടില്ലേ? നാട്ടിലൊട്ടാകെ വിളക്ക് കത്തിക്കാനും അതേ പുത്തൻപള്ളിയിലെ വിളക്ക് കത്തിക്കാനും നമ്പത്തി ബീവിയുടെ ജാറത്തിലെ വിളക്ക് കൊളുത്താനും ഒക്കെ തെളിവായി പറഞ്ഞു വരുന്നത്. പിന്നെയോ ജാറം പോയി മുത്തണം, ഖബർ പോയി ചുംബിക്കണം. അതിനും പലപ്പോഴും തെളിവെന്താ പറയുന്നത്? പ്രിയമുള്ളവരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹാന്മാരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും ബറക്കത്ത് കരസ്ഥമാക്കാനും വേണ്ടി സിയാറത്ത് സമയം അവരുടെ ഖബർ നാം ചുംബിക്കുന്നു. സുന്നി വോയിസുകാരൻ എഴുതുകയാണ്. എന്താ പറയുന്നത്? മഹാന്മാരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ, ബറക്കത്ത് കിട്ടാൻ വേണ്ടി സിയാറത്ത് സമയം അവരുടെ ഖബർ നാം ചുംബിക്കുന്നു. എന്താ തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ ആ പുണ്യ ശരീരം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചുംബിച്ച സംഭവം ബുഖാരിയിലില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടക്കുമ്പോ ആ മുഖത്ത് നിന്ന് തുണി നീക്കിയിട്ട് നബി തങ്ങളുടെ ഇരു കണ്ണുകൾക്കുമിടയിൽ നെറ്റത്തതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചുംബനം കൊടുക്കുന്നു. ഇത് പറഞ്ഞിട്ട് മുസ്ലിയാർ പറയുന്നു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നബി തങ്ങളെ നേരിട്ട് ചുംബിച്ച് ബറക്കത്ത് കൊടുക്കാൻ സാധിച്ചെങ്കിലും പിൽക്കാലത്ത് വരുന്നവർക്ക് അതിന് സാധ്യമല്ലല്ലോ. നമുക്കിന്ന് നബി തങ്ങളുടെ ശരീരം മുത്താൻ കിട്ടില്ലല്ലോ. ആയതിനാൽ ആ പുണ്യ ശരീരം മറവ് ചെയ്യപ്പെട്ട ഖബർ ചുംബിച്ചെങ്കിലും ആ തബറുക്ക് എടുക്കുന്നതിന് എന്താണ് വിരോധം? സുന്നി വോയിസുകാരനതാ 2005 ഏപ്രിൽ ലക്കത്തിൽ ചോദിക്കുകയാണ്. മനസ്സിലാക്കണം, എവിടെയാ, ആരുടെ കൂടെയാ പ്രമാണമുള്ളത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറുള്ള സ്ഥലം കിട്ടിയിട്ട് വേണ്ടേ ചുംബിക്കാൻ മുസ്ലിയാരെ? അതവിടെ ഭദ്രമായി അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയാണ് എന്റെ ഖബർ, അതേ ആ നിലക്ക് കാവലുണ്ടാകണമെന്ന ദുആ അല്ലാഹു ഖബൂൽ ചെയ്തിരിക്കുന്നു. ആർക്കും അത് തൊടാനോ മുത്താനോ ചുംബിക്കാനോ കിട്ടുന്നതല്ല. ഇനി നിങ്ങൾ നോക്ക്, ഈ ഹദീസൊക്കെ മുൻഗാമികൾ കണ്ടവരല്ലേ? അതേ മഹാനായ രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തിയത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറുള്ള റൂമിന്റെ ഭാഗത്തേക്ക് നീ മദീനയിൽ ചെന്നാൽ നീ വളരെ അതപോടെ മാറി നിൽക്കണം. ആ ഖബറുള്ള അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള വീടിന്റെ ചുമരിലേക്കോ ഗ്രിൽസിലേക്കോ നീ നിന്റെ കൈകൊണ്ട് തടവുകയോ ചുംബിക്കുകയോ മുത്തുകയോ ബറക്കത്ത് കിട്ടും എന്ന നിലക്കതൊന്നും നീ ചെയ്തു പോകരുത്. ബറക്കത്ത് കിട്ടേണ്ടത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്നാണ്. ഇതൊന്നും അവിടുന്ന് പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് ഇതിലൊന്നും തബറക്കെടുക്കാൻ പാടില്ല, തൊടരുത്, ആ നിലക്ക് തടവരുത്, മുത്തരുത്, ചുംബിക്കരുത്. അതോടെ നീ വിട്ടുനിന്നോ. അതല്ലേ ജാഹിലീങ്ങളല്ലാത്തവരുടെ വഴി. മറ്റേത് തനിക്ക് ജാഹിലിന്റെ വഴിയാണ്. അതിനെ പിന്തുടരരുത്, അതിന്റെ പിന്നാലെ പോകരുത്. അതിനെതിരെ ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ടായാലും നീ അതൊന്നും കണ്ട് വഞ്ചിതനായി പോകരുത്. ആരാ പറയുന്നത്? നവവി ഇമാം റഹിമഹുല്ലാഹ്.
നബിതങ്ങളുടെ ഖബറിന് അവസരം കിട്ടിയാൽ പോലും ചുംബിക്കാൻ പാടില്ല. ചുംബിക്കൽ തെറ്റാണെന്നാ പറഞ്ഞത്. മാറി നിൽക്കണം, വിട്ടുനിന്ന് സലാം പറയണമെന്നാ പഠിപ്പിച്ചത്. നവവി ഇമാമിന് ഈ ഹദീസ് മനസ്സിലായില്ല. അദ്ദേഹം ബുഖാരിയിലെ ഈ ഹദീസ് കണ്ടില്ലല്ലേ? അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി കിടക്കുമ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പോയി ചുംബിച്ച ഹദീസ് നവവി ഇമാമിന് ഇവരല്ല, ഇവർക്കാ വിവരം കിട്ടിയത്. ഇവർക്കാണ് ഇപ്പത് മനസ്സിലായത് ഖബർ മുത്താനുള്ള തെളിവായിട്ട്, അല്ലേ? അതേപോലെ തന്നെ നവവി ഇമാമതാ മസ്ജിദുൻ നബവിയിലും മസ്ജിദുൽ ഹറാമിലുമൊന്നും അക്കാലത്തതാ വിളക്ക് തെളിയിച്ചത് കണ്ടില്ലേ? എന്തിനാ അവിടെ വിളക്ക് കൊളുത്താൻ എതിർത്തത്? എന്തിനാണ് ആ രൂപത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പിൽക്കാല പണ്ഡിതന്മാരൊക്കെ എതിർത്തത്? അതേ പ്രമാണങ്ങളുടെ പിൻബലം അതിനില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സിയാറത്തെന്ന ഓമന പേരിട്ടുകൊണ്ട് സമൂഹത്തിലതാ തോന്നിവാസങ്ങളാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം എന്നാൽ ഖുർആനിലില്ലാത്ത ആയത്തുകൾ വരെ ഉണ്ടെന്ന് പ്രചരിപ്പിക്കുന്നേട ആ രംഗത്തേക്ക് വരെ മനുഷ്യന്റെ ധൈര്യം ചെന്നെത്തി എന്ന് വന്നാലോ, മഹാത്മാക്കളായ ആളുകളുടെ ശരീരം ഇങ്ങനെ ഫ്രഷായിക്കൊണ്ട് ഖബറിലിരിക്കുകയാണ്, അത് മണ്ണ് തിന്നുകയില്ല. അതേ പുണ്യപുരുഷന്മാരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അതേ ഖുറാഫികളുടെ മാസികയിലതാ മാസങ്ങൾക്ക് മുമ്പ് വന്നത് കേരളത്തിന്റെ വിവിധ സ്റ്റേജുകളിൽ ഈ ഉള്ളവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ചും ഇവിടെ വെച്ചും ചോദിക്കുന്നു, എല്ലായിടത്ത് വെച്ചും വിനയത്തോടെ ചോദിച്ചതാണ്, ആ ആയത്തൊന്ന് പറയാമോ? മഹാത്മാക്കളുടെ ഭൗതികമായ ശരീരം മണ്ണ് തിന്നുകയില്ല എന്ന് ഖുർആനിലുണ്ടെന്നല്ലേ പറഞ്ഞത്? അതേത് സൂറത്തിലാ? ആ സൂറത്തിന്റെ നമ്പർ ഒന്ന് പറയൂ. ആയത്തിലാണ്, ആയത്തിന്റെ നമ്പർ ഒന്ന് പറയൂ. ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, പറയാൻ സാധ്യമല്ല. അതേ അവസരത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടക്കമുള്ള അമ്പിയാക്കളുടെ ആ ശരീരത്തെ മണ്ണ് തിന്നുകയില്ല എന്നത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. അതുപോലും ഹദീസിലാണ് വന്നിട്ടുള്ളത്. ഇവര് പറയുന്നത് പുണ്യപുരുഷന്മാരുടെ ഒന്നും ശരീരം മണ്ണ് തിന്നുകയില്ല എന്ന് ഖുർആനിൽ പറയുന്നുണ്ട് എന്ന നിലക്കാണ് പറഞ്ഞത്. അവരുടെ മാസികയിൽ അത് വന്നിട്ട് ഇന്നുവരെ ആയത്തിന്റെ നമ്പറോ സൂറത്ത് നമ്പറോ പറഞ്ഞിട്ടില്ല, പറയാൻ സാധ്യമല്ല. കാരണം ഖുർആനിന്റെ പേരിൽ തങ്ങളുടേതായ ശിർക്കൻ വാദങ്ങൾ സ്ഥാപിക്കുവാൻ വേണ്ടി, അതിലൂടെ വല്ലതും കിട്ടുമോ എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഇല്ലാത്തത് പറയുന്ന ഒരവസ്ഥയാണുള്ളത്. ഈ സമയങ്ങളിലൊക്കെ മുജാഹിദ് പ്രസ്ഥാനം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടിരുന്നും ശരിയല്ല, ഉള്ളതുപോലെ മനസ്സിലാക്കിക്കോ, ഇല്ലാത്തതിലേക്ക് കൊണ്ടുവരണ്ട. അങ്ങനെ സമൂഹത്തോട് നേർക്കുനേരെ കാര്യങ്ങൾ വിശദീകരിച്ചു പോന്നു. അപ്പോഴൊക്കെ ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചതുപോലെ അതേ ശത്രുക്കൾ എന്താ ചെയ്തത്? ഇതൊക്കെ സമൂഹത്തോട് പ്രമാണങ്ങൾ ഉദ്ധരിച്ചു പറയുന്ന ആളുകളെ നോക്കിയിട്ടവർ ആരോപണങ്ങൾ എതിർത്തു. ആരോപണങ്ങൾ അവരുടെ നേരെ തിരിച്ചുവിട്ടു. അമ്പിയാ ഉലിയായിനെ ഇതാ ഇവര് തള്ളുന്ന കക്ഷികളാണ്. അമ്പിയാക്കളോടും ഔലിയാക്കളോടും ഇവർക്ക് ബഹുമാനമില്ല. മുഅ്ജിസത്തുകളോ കറാമത്തുകളോ ഇവർ അംഗീകരിക്കുന്നില്ല. അപ്പോഴൊക്കെയും നമ്മൾ വിശദീകരിക്കേണ്ടി വന്നു, ഇല്ല ഇത് കളവാണ്, അമ്പിയാക്കളെയും ഔലിയാക്കളെയും തള്ളാൻ പാടില്ല, അവരെ സംബന്ധിച്ച് പ്രമാണങ്ങളിലുള്ളത് മുഴുവനും വിശ്വസിക്കണം, ഇല്ലാത്തത് അവരുടെ പേരിൽ പറയാൻ പാടില്ല. മുഅ്ജിസത്തുകളെയും കറാമത്തുകളെയും നിഷേധിച്ചുകൂടാ, ഉള്ള മുഅ്ജിസത്തുകളെയും കറാമത്തുകളെയും അംഗീകരിക്കണം. അതേ അവസരത്തിൽ കറാമത്തെന്ന പേരിൽ സമൂഹത്തിൽ എന്തും കൊണ്ടുവരരുത്, എന്തും കൊണ്ടുവരരുത്. അതുകൊണ്ടല്ലേ അന്നൊക്കെ നമ്മൾ പറയേണ്ടി വന്നത്, ശൈഖ് ജീലാനി കൊട്ടതട്ടി റൂഹിനെ തിരിച്ചു കൊടുത്ത കറാമത്ത് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു കറാമത്ത് ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് പറയാൻ കാരണം, ഇസ്രായേൽ എന്ന് പറയുന്ന അവരുടെ വിശ്വാസപ്രകാരം അസ്രായീൽ എന്ന് പേരുള്ള മലക്ക് റൂഹിന്റെ കൊട്ടയുമായിട്ട് പോകുമ്പോ അതേന്റെ ഹാദീമിന്റെ റൂഹന്നില് തരേണം എന്ന് മാലക്കുൽ മൗത്തോട് വിണ്ടോവർ അതിൽ കേട്ട് കയ്യില്ലാണർ പീഡിത്തുള്ളേ ഗംഭീലൈ വേഗം പീഡിത്ത് പാറിത്തോവർ തുറന്നിട്ടത് തന്നിലുള്ള ഉയരുകളെ തുള്ളി പറപ്പിച്ച് പാറ്റി വീടുത്തോവർ. കണ്ടോ, ശൈഖ് ജീലാനിയുടെ ഇഷ്ടപ്പെട്ട മുരീദിനെ റൂഹ് പിടിച്ചു കൊണ്ടുപോകുമ്പോ റൂഹ് തരാൻ പറഞ്ഞപ്പോൾ അത് തരില്ലെന്ന് പറഞ്ഞപ്പോ ആ കൊട്ടക്കൊരു തട്ടുകൊടുത്ത് റൂഹ് തിരിച്ചു കൊടുത്തു എന്നാണ് മാലക്കാരൻ പറയുന്നത്.
ഇപ്പൊ അതൊക്കെ കേൾക്കുന്നത് തന്നെ വല്ലാത്തൊരു അലർജിയാ പലർക്കും. കാരണം അത് ഞങ്ങൾക്കിങ്ങനെ വിശ്വാസമില്ലാന്നാ. നിങ്ങൾ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നതൊന്ന് തുറന്നെഴുതി, അതൊന്ന് തുറന്നെഴുതൂ എന്നാ ഞങ്ങളത് പറയൽ നിർത്തും. നിങ്ങളതൊന്ന് തുറന്നെഴുതൂ. അതുപോലെ തന്നെ മുൻകർ നക്കീറിന്റെ കയ്യിൽ നിന്നതാ ഖബറിൽ ചോദ്യം ചോദിക്കാൻ നേരത്ത് വടിപിടിച്ചു വാങ്ങിയിട്ടതാ എന്റെ മുരീദാണെങ്കിൽ ഇനി ആ നിലക്കുള്ള ചോദ്യമൊന്നും ചോദിക്കരുത്, എന്റെ പരീക്കത്തിലെ മെമ്പറാണെന്നറിഞ്ഞാൽ പിന്നെ ചോദ്യം പാടില്ല എന്ന കരാറോടെ വടിമടക്കി കൊടുത്തു എന്ന കള്ളക്കറാമത്ത് എഴുതി വിട്ടിട്ടില്ലേ? മുജാഹിദുകൾ അത്തരം കറാമത്ത് നിഷേധിക്കുന്നു. അങ്ങനൊരു കറാമത്തോ? അങ്ങനെയുണ്ടോ? പടച്ചോനെ ചോദ്യം ചെയ്യുന്നവന്റെ മലക്കുകളെ ചോദ്യം ചെയ്യുന്നൊരു കറാമത്ത് ഇല്ല. അപ്പൊ പ്രമാണങ്ങളിൽ ഇല്ലാത്തത് എതിർത്താൽ പറയും കണ്ടോ മുഴുവത്തെ കറാമത്ത് നിഷേധിക്കുകയാണ്. അമ്പിയാ ഉലിയാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കല്ല എന്ന് പറയുമ്പോൾ പറയും കണ്ടോ അവരെ അധിക്ഷേപിക്കുകയാണ്. സിയാറത്തെന്ന ഓമനെ പേരിട്ടിട്ട് അവിടെ പോയി ശിർക്ക് ചെയ്യല്ല എന്ന് പറഞ്ഞാൽ പറയും കണ്ടോ ഇവർ സിയാറത്ത് വിരോധികളാണ്, മരിച്ചവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത കമ്പനിയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ആളുകളെ പേടിപ്പിക്കാണ്. മുജാഹിദുകളതാ അപ്പയും ഉമ്മയും ഒന്നും മരിച്ചാൽ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യൂല. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളൊന്നും ഒഴിവാക്കാതെ ചെയ്യാൻ ശ്രദ്ധിക്കുന്നവരാണ് മുജാഹിദുകൾ. ഒരു രോഗിയായി കഴിഞ്ഞാൽ പോലും ആ രോഗിയെ സന്ദർശിക്കുമ്പോൾ ആ രോഗിയുടെ ശരീരത്തിൽ കൈവച്ചുകൊണ്ട് അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ, അല്ലാഹുവേ പരിപൂർണമായി ശിഫ കൊടുക്കണേ എന്ന ആ രോഗിയുടെ ശരീരത്തിൽ കൈവച്ച് അദ്ദേഹത്തിന് വേണ്ടി മന്ത്രിച്ചു കൊടുക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. അതേ മരണമാസന്നമായി കിടക്കുന്ന രോഗിക്കും അതുപോലെ തന്നെ മരിച്ചു കിടക്കുന്ന മയ്യത്തിനെ കാണാൻ പോകുമ്പോഴും ആ വ്യക്തിയുടെ മുമ്പിൽ നിന്നുകൊണ്ടും ആ വ്യക്തിക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, ജനാസ നിസ്കരിക്കുന്നു, ജനാസയുടെ പിന്നാലെ പോകുന്നു, ഖബറിൽ വെച്ച് ആ മയ്യത്തിന്റെ തസ്ബീഹിന് വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കുന്നു. വിശദീകരിക്കുകയാണെങ്കിൽ ആ മേഖല തന്നെ എത്രയുണ്ട്. അപ്പം മരണപ്പെട്ടവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത കമ്പനിയാണ് മുജാഹിദുകളെന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളെ അവർ ശരിക്കും മനസ്സിലാക്കിക്കോ, അത് ആരോപണം മാത്രമാണ്. അല്ലാഹു അവന്റെ പ്രവാചകനിലൂടെ മരണപ്പെട്ടവർക്ക് വേണ്ടി ഉപകാരം കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെ പഠിപ്പിച്ചുവെങ്കിൽ അതൊന്നൊഴിയാതെ ചെയ്യുന്നവരാണ് മുജാഹിദുകൾ. ഇല്ലാത്തത് ചെയ്യുന്നതിനെ എതിർക്കുന്നു. അപ്പൊ പറയും കണ്ടോ ഇവരെ അതാ സത്യത്തെപ്പോലും എതിർക്കുകയാണ് ചെയ്യുന്നതെന്ന്. ഈ രൂപത്തിലതാ സമൂഹത്തിന്റെ മുമ്പിൽ സത്യത്തെ സത്യമായി മുജാഹിദുകൾ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ആരോപണങ്ങൾ ഒരു ഭാഗത്തു നിന്നല്ലല്ലോ ഉണ്ടാകുന്നത്. മഹാത്മാക്കളോട് വിളിച്ചു തേടാൻ വേണ്ടി കൊണ്ടുവരുന്ന തെളിവുകളെ മുഴുവനും മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് ജനങ്ങളെ കാലങ്ങളായി പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് കാലത്ത് എന്ത് തെളിവ് കൊണ്ടുവന്നാലും, അള്ളയല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി എന്ത് തെളിവ് ആര് കൊണ്ടുവന്നാലും അപ്പോഴൊക്കെ മുജാഹിദ് പ്രബോധകന്മാര് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അതിന്റെ പൊള്ളത്തരം മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. ആ കൂട്ടത്തിലതാ ഒരു 10-200 കൊല്ലം മുമ്പ് ഒരാൾ കൊണ്ടുവന്ന തെളിവാണ്. അതെ, നിങ്ങളൊരു വിജനമായ പ്രദേശത്തെത്തിപ്പെട്ടാൽ യാ ഇബാദല്ലാഹി അഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ. അപ്പൊ ഞങ്ങൾ മരിച്ചുപോയ മഹാത്മാക്കളെയും അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങൾക്കതാ നിബിധങ്ങളോളം പാരമ്പര്യമുണ്ട്, സഹാബത്തിന്റെ പാരമ്പര്യമുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ ആ പ്രവൃത്തി ലോകത്തുണ്ട്. അതുകൊണ്ടതാ വിജനപ്രദേശത്തെത്തിക്കഴിഞ്ഞാൽ മഹാത്മാക്കളായ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ അതെ ഞങ്ങൾക്കിതാ തെളിവുണ്ട്, പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തുരുപ്പ് ഷീറ്റ് സമൂഹത്തിലേക്ക് കുറച്ചു കാലമായി ആളുകൾ കുബൂരികൾ ആ രംഗത്തുള്ള തെളിവായി കൊണ്ടുവന്നു. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഇതാരാ പുറത്തേക്കിട്ടത്? ഈ ആഴിപാടുള്ള പുറത്തേക്കിട്ടത് ആരാ? നമ്മളല്ല. ചില ആൾക്കാർ തെറ്റിദ്ധരിച്ചു, ചില സാധുക്കൾ നമ്മൾ എവിടെങ്കിലും കുടുങ്ങിയാ ജിന്നേ രക്ഷിക്കണേ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു കൂട്ടരിറങ്ങിയിട്ടുണ്ട്. അവർക്കതിന് തെളിവായിട്ട് ഓതിയ ഹദീസാണ് യാ ഇബാദല്ലാ എന്ന ഹദീസ്. അങ്ങനെ ചില സാധുക്കൾ തെറ്റിദ്ധരിച്ചു പോയി. അല്ലാഹു നന്നാക്കട്ടെ, അല്ലാഹു ഖൽബ് നന്നാക്കട്ടെ, തെറ്റിദ്ധാരണകൾ അകറ്റി കൊടുക്കട്ടെ.
നമ്മളല്ല ഇത് കൊണ്ടുവന്നത്. ഇതാദ്യം തെളിവായി കൊണ്ടുവന്നത് മരിച്ചു മൺമറഞ്ഞുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ തെളിവായിട്ട് കൊണ്ടുവന്നതാണ് യാ ഇബാദല്ലാഹ് എന്ന ഹദീസ്. അന്നും ജീവിച്ചിരുന്ന സലഫി പണ്ഡിതന്മാർ അതിന് കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ച് മറുപടി കൊടുത്തു. 2 മറുപടികളാണ് അവർ കൊടുത്തത്. ഒന്നാമത്തെ മറുപടി, ഈ ഹദീസ് നിങ്ങൾക്ക് തെളിവല്ല. കാരണം എന്തെന്നല്ലേ, ഇത് ദുർബലമായ ഹദീസാകുന്നു, അതുകൊണ്ട് ഇതനുസരിച്ചിട്ട് അമൽ ചെയ്യാനും പാടുള്ളതല്ല. രണ്ടാമതവര് പറഞ്ഞ തെളിവെന്താണെന്നോ, കാരണം എന്താണെന്നോ, ഇനി ഉരുണ്ട് പെരണ്ട് നിങ്ങളിത് സഹീഹാണെന്ന് സ്ഥാപിച്ചാൽ പോലും നിങ്ങൾ നടത്തുന്ന മരിച്ചവരോടോ സ്ഥലത്തില്ലാത്തവരോടോ ഉള്ള സഹായത്തേട്ടത്തിന്, ഇസ്തിഗാസക്ക്, പ്രാർത്ഥനയ്ക്ക് ഇതിൽ തെളിവില്ല. മറിച്ച് ആരാണ് ആ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ളതെങ്കിൽ അവർ വന്നോട്ടെ എന്നേ ഹദീസ് സഹിയാണെങ്കിൽ തന്നെ അവിടെയുള്ളൂ, ആരോടെന്നില്ല, കേൾക്കുന്നവർക്കാർക്കും വരാം. അതിലപ്പുറം മരണപ്പെട്ടുപോയ മഹാത്മാക്കളെയോ അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ വിളിച്ചു എന്നോ വിളിക്കാമെന്നോ ഹദീസ് സഹീഹാണെന്ന് ആരെങ്കിലും ഉരുണ്ട് രണ്ട് ഒപ്പിച്ചാൽ തന്നെ തെളിവല്ല, ഹദീസാണെങ്കിൽ ദഈഫുമാണ്. ഇതെല്ലാ കാലത്തും പണ്ഡിതന്മാർ കൊടുത്ത മറുപടിയാണ്. അതേ മറുപടി അറബ് ലോകത്ത് മാത്രമല്ല കൊടുത്തത്. അറബ് ലോകത്തല്ലേ സൈനി റഹ്ലാൻ എന്ന് പറയുന്ന ഖബറാരാധനയ്ക്ക് തെളിവുണ്ടാക്കാൻ നടക്കുന്ന, അവിടെയുണ്ടായിരുന്ന സൈനി റഹ്ലാൻ എന്ന് പറയുന്നവർ അറബിയാണ്. ഇതാദ്യമായി കൊണ്ടുവന്നത് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ്. അന്ന് ജീവിച്ചിരുന്ന അറബ് ലോകത്തുള്ള പണ്ഡിതന്മാർ ഒന്നൊഴിയാതെ ഞാൻ ഈ വിശദീകരിച്ച രൂപത്തിൽ അതിന് മറുപടി കൊടുത്തു. കേരളക്കരയിലേക്ക് ഇത് പയ്യോളിക്കാരൻ ഒരു മുസ്ലിയാർ കൊണ്ടുവന്നപ്പോൾ ഒരു ചോദ്യമായിട്ട് മഹാനായ ഉമർ മൗലവി റഹിമഹുള്ള നടത്തുന്ന സെൽസബീൽ എന്ന് പറയുന്ന പത്രത്തിലേക്ക് 1971 ഒരു ചോദ്യം വരുന്നു. ഉമർ മൗലവി റഹിമഹുള്ള അന്നദാ മദീനത്തുൽ ഉലൂമിൽ പഠിക്കുന്ന കേവലം ഒരു വിദ്യാർത്ഥിയായ പാലത്ത് അബ്ദുറഹ്മാൻ മദനി എന്ന് പറയുന്ന വിദ്യാർത്ഥിയോട് ആ ചോദ്യം കൊടുത്ത് മറുപടി എഴുതിക്കുന്നു. മറുപടി വായിച്ച ഉമർ മൗലവി അംഗീകാരം കൊടുക്കുന്നു. എന്ത് മറുപടിയാ കൊടുത്തത്? ഇതേ മറുപടി തന്നെ കൊടുത്തു. 1980കളിൽ അതേ മുസ്ലിയാക്കന്മാർ വീണ്ടും ഇത് വിഷയമാക്കിയപ്പോൾ ശബാബിലേക്കതാ ചോദ്യം വന്ന നേരത്ത് ബഹുമാന്യനായ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ഇതേ മറുപടി തന്നെ കൊടുക്കുന്നു. മണ്ണാർക്കാട് സംവാദത്തിൽ വെച്ച് കുബൂരികൾ അവർക്ക് തെളിവായിട്ട് ഈ ഹദീസ് ഉദ്ധരിച്ചപ്പോൾ ബഹുമാന്യനായ സക്കരിയ സലാഹി അദ്ദേഹം ഇതേ മറുപടി തന്നെ കൊടുക്കുന്നു. അതൊക്കെ ശരി തന്നെ മൗലവി, നിങ്ങൾ 2001 ഷാർജയിൽ ഒരു മുഖാമുഖം നടത്തിയില്ലേ? ആ ഷാർജ മുഖാമുഖത്തിൽ നിങ്ങളോട് ചോദിച്ചപ്പോ ഇത് ശിർക്കാണെന്നല്ലേ നിങ്ങളന്ന് പറഞ്ഞത്? ഇപ്പൊ എന്നിട്ടെന്തേ നിങ്ങൾ മാറ്റി പറയുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന സഹോദരങ്ങളുണ്ട്. 2001 നടന്ന മുഖാമുഖത്തിന്റെ CD എടുത്ത് പരിശോധിച്ചു നോക്കിക്കോ. അവിടെയും ഈ മറുപടി അല്ലാത്ത ഒരു മറുപടി ഈ ഉള്ളവൻ പറഞ്ഞിട്ടില്ല. അതെ, എന്നാലോ ഈ രൂപത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ആരുടെയെങ്കിലും പേരിൽ അതേ അഭിപ്രായ വ്യത്യാസങ്ങളങ്ങ് പ്രചരിപ്പിക്കുമ്പോ അവര് പറഞ്ഞിട്ടില്ലാത്തത് പറയുമ്പോ അതാരുടെ ഏറ്റവും വലിയ സമ്പ്രദായവും ചതിയുമാണെന്നോ. 2002 ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ചില വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ട് പുറത്തുപോയ മടവൂർ വിഭാഗത്തിലെ സുഹൃത്തുക്കളതാ അന്ന് നിലവിലുള്ള നേതൃത്വത്തിന്റെ നേതാക്കളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എ.പി. അബ്ദുൽ ഖാദർ മൗലവി നേതൃത്വം കൊടുക്കുന്ന അതേ കേന്ദ്രം ശിർക്കിലേക്ക് പോയിരിക്കുന്നു. അവരതാ സിഹറിന്റെ വിശ്വാസത്തിന്റെ പേരിൽ അതേ അന്ധവിശ്വാസികളായി പോയിരിക്കുന്നു. ജിന്നുബാധയുടെ പേരിൽ, സിഹറിന്റെ പേരിൽ അതേ അവരതാ അന്ധവിശ്വാസികളായി പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് 2002 എന്ന് പിരിഞ്ഞുപോയ ആളുകൾ രാജ്യത്തൊട്ടാകെ KNM-ന്റെ പേരിൽ, ഇതിന്റെ പണ്ഡിതന്മാരുടെ പേരിൽ, ഇതിന്റെ നേതാക്കളുടെ പേരിൽ ശിർക്കാരോപിച്ചു എന്ന് മാത്രമല്ല, കുറച്ചും കൂടെ കൊല്ലം കഴിഞ്ഞപ്പോൾ ഖബർ ആരാധനയുടേതായ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന, അള്ളയല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവോതിക്കൊണ്ടിരിക്കുന്ന കക്ഷികളുടെ മാസികയിൽ പോയിട്ട് അതേ അബ്ദുസ്സലാം സുല്ലമി പോലും തുറന്നു പറയുന്നു,
മൗലവി ഭാഗം മുശ്രിക്കുകൾ തന്നെ. എ.പി. അബ്ദുൽ ഖാദർ മൗലവി നേതൃത്വം കൊടുക്കുന്ന മൗലവി ഭാഗം മുശ്രിക്കുകളായിപ്പോയി എന്ന് ഖുബൂരികളുടെ മാസികയിൽ പോയിട്ട് അഭിമുഖം കൊടുത്തപ്പോൾ അന്ന് മുതലതേ ഏതാണ്ട് അടുത്ത കാലം വരെ നമ്മുടെ പ്രബോധകന്മാര് മുഴുവനും ഒന്നിച്ചു നിന്ന് ഒറ്റക്കെട്ടായി മറുപടി കൊടുത്തു. ഇതാരോപണമാണ് കേട്ടോ. മുജാഹിദുകൾ ശിർക്കിലേക്ക് പോയിട്ടില്ല, മുജാഹിദുകൾ ഒരു ശിർക്കും ചെയ്തിട്ടില്ല, അത് കുപ്രചരണം മാത്രമാണ്, വിശ്വസിക്കല്ല എന്ന് സ്റ്റേജുകൾ മുഴുവനും പേജുകളിലൂടെയുമെല്ലാം സമൂഹത്തിന്റെ മുമ്പിലേക്ക് എടുത്ത് വിശദീകരിച്ചു കൊടുത്തു. ഇതൊന്നും അധികം കാലമായിട്ടില്ലല്ലോ, 10 കൊല്ലത്തിനുള്ളിലെ കാര്യമല്ലേ പറയുന്നത്. അതേ ഇതിനിടക്ക് ഖുബൂരികളതാ അള്ളയല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവ് തരയുന്ന ഖുബൂരികൾ വീണ്ടും അവർ ഈ ആയിബാദുള്ളയും അതുപോലെയുള്ള പല കാര്യങ്ങളും തെളിവായിട്ട് കൊണ്ടുവരുമ്പോൾ അതേ അള്ളയല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് യാതൊരു നിലക്കുള്ള പ്രമാണങ്ങളുടെയും പിൻബലമില്ലെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി 2007 അൽ-ഇസ്ലാഹ് മാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലവി, ബഹുമാന്യനായ ജബ്ബാർ മൗലവി ഒരു ലേഖനം എഴുതിയപ്പോൾ അതെല്ലാം കേരളത്തിലെ സ്റ്റേജുകളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ടോ കേന്നമ്മുകാര് അതേ മൗലവി ഭാഗം മുശ്രിക്കുകൾ തന്നെ, അവർ ജിന്നൂരികളായിപ്പോയി, അവർ ജിന്നുകളെ സഹായം തേടുന്നവരാണ്, അവർ ജിന്നുകളെ രക്ഷിക്കണേന്ന് പറയുന്നവരാണ്, അവർ ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് 2007 ഇസ്ലാഹിലക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതേ ഖുബൂരികളും അതുപോലെ തന്നെ മടവൂർ ഈ ഭാഗത്തിലെ സുഹൃത്തുക്കളുമൊക്കെ രാജ്യത്തൊട്ടാകെ അതൊരു വിവാദമാക്കിയപ്പോൾ ഈ വിവാദങ്ങളുടെ തെറ്റിദ്ധാരണകൾക്ക് ഒരവസാനം കുറിക്കണം എന്ന നിലക്ക്, മനസ്സ് വേദനിച്ചുകൊണ്ട് തന്നെ ഈ തെറ്റിദ്ധാരണകൾ തീർക്കണം എന്ന നിലക്ക് അതേ ഈ ഉള്ളവരും അതുപോലെ തന്നെ അനസ് മൗലവിയും അതുപോലെയുള്ള ആളുകളുമൊക്കെ ജബ്ബാർ മൗലവിയുടെ വീട്ടിലേക്ക് പോയതെന്ത് പറയാനാണ്. ഓ മൗലവി, നിങ്ങൾ അൽ-ഇസ്ലാഹിൽ കടുത്ത ശിർക്കാണ് എഴുതിയിട്ടിരിക്കുന്നത്, അതുകൊണ്ട് അടുത്ത ലക്കത്തിൽ ഞാൻ ഇസ്ലാഹിൽ എഴുതിപ്പോയത് ശിർക്കാണ്, അത് തെറ്റാണ്, ഞാനിതാ തിരുത്തുന്നു എന്ന് നിങ്ങളൊരു തിരുത്തു കൊടുക്കണമെന്ന് പറയാനായിരുന്നില്ല ഞങ്ങൾ പോയത്. ഇതിനല്ല ഞങ്ങൾ പോയത്. ഈ ഖുബൂരികളും അതുപോലെ തന്നെ മടവൂർ ഈ ഭാഗവുമൊക്കെ നിങ്ങളുടേതായ വരികളിലെടുത്ത് ഉദ്ധരിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ആ തെറ്റിദ്ധാരണ തീർക്കുന്ന നിലക്കുള്ള ഒരു വിവരണം വേണം. ആ നിലക്കാണ് ഞങ്ങൾ പോയി സംസാരിച്ചത്. അതേ ആ നിലക്ക് കാര്യങ്ങൾ സംസാരിച്ച് പിന്നെ ചുരുക്കി പറയട്ടെ, ഒരു തീരുമാനത്തിലെത്തിയിട്ട് ഈ ഉള്ളവനും അനസ് മൗലവിയും കൂടി ഒരു കുറിപ്പ് തയ്യാറാക്കുന്നു. അത് അബ്ദുറഹ്മാൻ സലഫി പരിശോധിക്കുന്നു. 2008 ജനുവരിയിലക്കം അൽ-ഇസ്ലാഹ് മാസികയിൽ ആ വിശദീകരണം വരുന്നു. എന്താന്ന് വിശദീകരണം വന്നത്? ഈ ഉള്ളവൻ അതിൽ പങ്കെടുത്തവനാണ്, നിഷേധിക്കാൻ കഴിയുമോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. ഞാനെന്തിന് നിഷേധിക്കണം? ഞാൻ പോയതാണ്. അനസ് മൗലവിയും കൂടെയുണ്ട്, അബ്ദുറഹ്മാൻ സലഫിയും കൂടെയുണ്ട്, പലരും കൂടെയുണ്ട്. എന്നിട്ടെന്റെ അൽ-ഇസ്ലാഹിൽ കൊടുത്തതെന്താണ്? മൗലവിയുടെ ഇസ്ലാഹിൽ വന്ന വരികൾക്കൊക്കെ ശിർക്കാണ്, അതുകൊണ്ടിതാ തിരുത്തുന്നു എന്നാണോ കൊടുത്തത്? അതല്ല. കേട്ടോ, ഞങ്ങളന്ന് ഒരുമിച്ച് കൊടുത്ത വിശദീകരണം കേട്ടോ. വിജനപ്രദേശത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നത് ആരാകട്ടെ എന്നെ സഹായിക്കട്ടെ എന്ന നിലക്ക് അല്ലാഹുവിന്റെ അടിമകളെ എന്ന് വിളിച്ചാൽ അതിൽ അഭൗതികതയോ ശിർക്കോ ഇല്ല എന്ന് മാത്രമേ ലേഖകൻ നിർദ്ദേശിച്ചിട്ടുള്ളൂ. മദ്യപിക്കൽ ശിർക്കാവുകയില്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം നടത്തുന്നത് വിഡ്ഢിത്തമല്ലേ? എന്തിനാ ഞങ്ങൾ ഈ ഉദാഹരണം കൊടുത്തത്? മദ്യപിക്കൽ ശിർക്കാവൂല എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ശിർക്കാവുക, ഏതൊക്കെയാണ് ശിർക്കല്ലാത്തതാവുക? ഒരു കാര്യം ശിർക്കല്ലെന്ന് പറഞ്ഞാൽ അത് ചെയ്യാമെന്ന് ഗവേഷണം നടത്താൻ പറ്റുമോ? അതിനാണ് ഉദാഹരണ സഹിതം പറഞ്ഞത്. മദ്യപിക്കൽ ശിർക്കാവുകയില്ല എന്ന് പറഞ്ഞാൽ മദ്യപിക്കൽ അനുവദനീയമാണെന്ന് ഗവേഷണം നടത്തുന്നത് വിഡ്ഢിത്തമല്ലേ? എന്നിട്ട് ആ കുറിപ്പ് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: നമ്മുടെ ജീവിതത്തിലെ ഒരു പഠിച്ചു വെച്ചോ, അതെ, നമ്മുടെ ജീവിതത്തിലെ
ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക എന്നാണ് ഇസ്ലാം മാസികയിൽ ഞങ്ങൾ ഒന്നിച്ചു കൊടുത്തത്. ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഞാനും മനസ്സ് മൗലവിയും കൂടെ കൊടുത്തതാണിത്. ഇത് പരിശോധിച്ചത് അബ്ദുറഹ്മാൻ സലഫിയാണ്. ഈ ലക്കം പുറത്തു വന്നതിന്റെ ശേഷവും കൊല്ലങ്ങളോളം എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്നതാ അനസ് മൗലവി തന്നെ 2007 ഇസ്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനിക്കുന്ന മടവൂർ വിഭാഗത്തോടും അതിനെ ദുർവ്യാഖ്യാനിക്കുന്ന മുസ്ലിയാക്കന്മാരുടെയും മുമ്പിൽ ആ ലക്കം ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെ ചോദിച്ചില്ലേ, ഇതിലെവിടെയാണ് ശിർക്ക്, ഇതിലെവിടെയാണ് ശിർക്ക്, ഇതിലെവിടെയാണ് ശിർക്കെന്ന് എത്രയോ സ്ത്രോതികളിൽ വെച്ച് ചോദിച്ചില്ലേ? അതൊക്കെ ഇപ്പോൾ സൗകര്യപൂർവ്വം മറന്നുപോകുന്നു. ആലോചിച്ചു നോക്കണം. 2011 വരെ 12ന്റെ അടുത്ത് വരെ ഇങ്ങനെ തന്നെ പറഞ്ഞു. ആലോചിച്ചു നോക്കണം. മാത്രല്ല, അങ്ങനെ സമൂഹം മുഴുവനും നമ്മളതാ കുബൂരികളും അതുപോലെ തന്നെ മടവൂർ വിഭാഗവും ഇത് ഉയർത്തിക്കാണിച്ചുകൊണ്ട് നമ്മെ അടിക്കാനൊരുങ്ങിയപ്പോൾ അത് ശരിയല്ല, അതിന്റെ വസ്തുത ഇത്രയേയുള്ളൂ എന്ന് വിശദീകരണം അതാ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പഠിപ്പിച്ചു. മാത്രമല്ല, മുജാഹിദുകളിൽ ജിന്നുകളോട് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമുണ്ടെന്ന് ആരോപണങ്ങൾ പറഞ്ഞപ്പോൾ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ ഇറക്കപ്പെട്ടിട്ടുള്ള ജിന്ന് പിശാച് റുഖ്യ ശർഇയ്യ എന്ന പുസ്തകത്തിന്റെ 16-ാമത്തെയോ 19-ാമത്തെയോ പേജിൽ അതേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മുജാഹിദുകൾ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണെന്നത് കേവലം ഒരു ആരോപണം തന്നെ എന്ന് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ ഇറങ്ങിയ പുസ്തകത്തിൽ പോലും നമ്മൾ പറഞ്ഞു. സമൂഹത്തോടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു, കൊല്ലങ്ങളോടെ ഇത് പറഞ്ഞു. തീർന്നില്ല. KJUവിന്റെ പേരിലുള്ള പുസ്തകത്തിൽ മാത്രമല്ല, KNMന്റെ പ്രസിദ്ധീകരണത്തിൽ വന്നു. ഇന്നും ശൈത്താനും എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കി. നിങ്ങൾ കണ്ടോ? ആ പുസ്തകമാണിത്. ഇന്നും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. KNM പബ്ലിഷിംഗ് ഇറക്കിയിട്ടുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ ആമുഖത്തിലും നമ്മളിതാ ശിർക്കിലേക്ക് പോയിരിക്കുന്നു എന്ന കുബൂരികളുടെയും മടവൂർ വിഭാഗത്തിന്റെയും ആക്ഷേപത്തിന് ഒന്നിച്ച് മറുപടി പറഞ്ഞത് കേട്ടോ. ജിന്ന് പിശാചുക്കൾക്ക് അദൃശ്യജ്ഞാനമുണ്ടെന്നും അഭൗതികമായ മാർഗത്തിലൂടെ നമ്മെ സഹായിക്കാൻ കഴിയുമെന്നും അതിനാൽ അവരോട് സഹായം തേടാം, അതിനാൽ അവരോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്നുമാണ് KNMകാരുടെ വാദമെന്നും കേരളക്കരയിൽ നിന്ന് ഇസ്ലാഹി പ്രസ്ഥാനം തുടച്ചു മാറ്റിയ ഈ അന്ധവിശ്വാസങ്ങൾ വീണ്ടും ഇറക്കുമതി ചെയ്തുകൊണ്ട് ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് KNM ചെയ്യുന്നത് എന്നുമുള്ള അടിസ്ഥാനരഹിതമായ ദുരാരോപണമാണ് ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാ ഇവർ? നമ്മുടെ നേരെ ശിർക്കാരോപിച്ച കുബൂരികളെ കുറിച്ച്, നമ്മൾ മുശ്രിക്കുകളായി പോയി എന്നാരോപിച്ച മടവൂർ വിഭാഗത്തെക്കുറിച്ച് ഒന്നിച്ച് നിന്നുകൊണ്ട് നമ്മൾ പൊരുതി മറുപടി കൊടുത്തതാണ്. സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം. അതുകൊണ്ട് നമ്മുടെ നേരെ ഇരുവിഭാഗങ്ങളും ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശിർക്കൻ ആരോപണം വ്യക്തമായ വമ്പിച്ച കളവ് തന്നെ. അല്ലാഹു മഹാപരിശുദ്ധൻ. ആയത്ത് തെളിവായി കൊടുത്തുകൊണ്ട് ഈ പുസ്തകത്തിൽ നമ്മൾ അടിച്ചു വിതരണം ചെയ്തു. മനസ്സിലാക്കണം. പിന്നെ ഇതിന്റെ ശേഷം പിന്നെന്തേ മാറി? ആലോചിച്ചു നോക്കൂ. ആ നിലക്ക് കൃത്യമായി എത്ര ഗൗരവത്തോടെയാ പറഞ്ഞത്. നമ്മുടെ നേരെ ശിർക്ക് ആരോപിക്കുന്ന ആളുകളോട് അതേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിക്കെട്ടിയിട്ട് വ്യഭിചാരാരോപണം ശത്രുക്കൾ പറഞ്ഞു വരത്തിയപ്പോൾ അള്ളാഹ് ഇറക്കിയ ആയത്താണിത്. എന്തേ അത് കേട്ട പാതി കേൾക്കാത്ത പാതി എന്ന നിലക്ക് നിങ്ങൾ അതും കൊണ്ട് നടന്നത്? നമ്മുടെ ഉമ്മയെപ്പറ്റി ഇല്ലാത്ത വ്യഭിചാരാരോപണം പറഞ്ഞത് കേട്ട് അത് പല ചെവികളിലും എത്തിച്ച ആളുകളെ കുറിച്ച് അള്ളാഹ് ഗൗരവത്തോടെ ആക്ഷേപിച്ചുകൊണ്ട് ഇറക്കിയ ആയത്താണിത്. നിങ്ങൾക്കത് കേട്ടപ്പോൾ തന്നെ പറഞ്ഞുകൂടായിരുന്നോ? ഇത് ഞങ്ങൾക്ക് പറയാൻ പാടില്ല. ലന്നതകല്ലമ ബിഹാദാ, ഇത് സംസാരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം.
ബാഹുവേ നീ മഹാപരിശുദ്ധൻ, ഇത് വമ്പിച്ച കള്ളാരോപണം തന്നെ എന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ഖുർആൻ ചോദിക്കുന്ന ആയത്താണ് നമ്മൾ തെളിവെടുത്തു കൊടുത്തത്. എന്തിന്? നമ്മൾ മുശ്രിക്കായി, നമ്മൾ ജിന്നൂരികളായി, നമ്മൾ ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായി എന്ന് സ്ഥാപിച്ചുകൊണ്ട് സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ മുസ്ലിയാക്കന്മാരും മടവൂർ വിഭാഗത്തിലെ സുഹൃത്തുക്കളും തെളിവായിക്കൊണ്ട് ഇസ്ലാമും ഉയർത്തിപ്പിടിച്ച് നടന്നൊരു കാലത്ത് കൃത്യമായി അങ്ങനെ സംഭവിച്ചിട്ടില്ല, അത് ദുരാരോപണമാണ് എന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപരാധം പറഞ്ഞു വരത്തിയ നേരത്ത് ഇത് ഏറ്റവും വലിയ കളവാണെന്ന് ആയത്തിറക്കിയ ആ ആയത്ത് സന്ദർഭത്തിൽ നിന്ന് എടുത്തുദ്ധരിച്ചുകൊണ്ടല്ലേ നമ്മളതിന് മറുപടി കൊടുത്തത്? ഈ ആയത്തൊക്കെ ഒന്ന് മറന്നോ? എന്നിട്ട് ഇന്നും അതാ പറയുന്നു, അതേ ഷൈൻ സലഫി ജിന്നൂരിയാണ്, മറ്റേയാള് ജിന്നൂരിയാണ്, ഇന്നയാള് ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു, അവർക്കിപ്പോ പടച്ചോം വേണ്ട. എത്ര വലിയ നുണയാണ് സമൂഹത്തിന്റെ മുമ്പിലേക്ക് പറയുന്നത് പ്രിയപ്പെട്ടവരെ. കേൾക്കണോ നുണയുടെ സാമ്പിള്? കേട്ടോ, ഒരു പത്രം എഴുതുകയാണ്, ശരിക്ക് ശ്രദ്ധിച്ചോളണം എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ. വാശിയും വൈരാഗ്യവും മാറ്റിവെച്ചുകൊണ്ട് മനസ്സിനോട് ചോദിക്ക്, ഇങ്ങനെ ശരിയാണോ? അള്ള എഴുതി വെക്കുന്നില്ലേ ഇതിന് മറുപടി പറയണ്ടേ? അതേ കേട്ടോ, വിജനമായ സ്ഥലത്ത് കുടുങ്ങുമ്പോൾ മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിനോട് മാത്രമാണ് സഹായം തേടിയിരുന്നതെന്ന് ഖുർആൻ പറയുന്നുണ്ടെന്നാണ് മുജാഹിദുകൾ ഇതുവരെ പ്രബോധനം ചെയ്തത്. കേൾക്കണം നിങ്ങൾ, ഒന്നാമത്തെ വരിയുടെ തന്നെ ഓരോന്ന് നോക്കോ. വിജനമായ സ്ഥലത്ത് കുടുങ്ങുമ്പോൾ മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിനോട് മാത്രമാണ് സഹായം തേടിയിരുന്നതെന്ന് ഖുർആൻ പറയുന്നുണ്ടെന്നാണ് മുജാഹിദുകൾ ഇതുവരെ പ്രബോധനം ചെയ്തത്. പപ്പയിന്ന് മാറിയത് വരുത്തി തീർക്കാൻ ഇവർ അവരെയും കടത്തിവെട്ടി, മക്കയിലെ മുശ്രിക്കിനെയും കടത്തിവെട്ടി. സൃഷ്ടികളുടെ അതേ ഒഴിഞ്ഞ സ്ഥലത്ത് കുടുങ്ങിയാലും സൃഷ്ടാവിനോട് സഹായം തേടേണ്ടതില്ല. ജിന്നുമലക്ക് സൃഷ്ടികളുടെ സഹായം തന്നെ ധാരാളം മതി എന്നായി പ്രബോധനം. മനസ്സിലാക്കണം, ജനങ്ങളോട് പരാമൃത പ്രബോധനം നടത്തുന്നത് എന്ന് അതേ പച്ചക്കളവല്ലേ കുബൂരികളുടെ പത്രത്തിൽ പോയിട്ട് പറഞ്ഞത്. കുബൂരികൾ അത് എഴുതി കൊടുത്തില്ലേ അവരുടെ പത്രത്തിൽ? മനസ്സിലാക്കണം, ഇത് സമൂഹത്തിൽ നിലനിൽക്കുമോ പ്രിയമുള്ളവരെ? ആരാ ഇവിടെ ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുള്ളത്? ആരാണിവിടെ ജിന്നുകളെ വിളിച്ച് സഹായം തേടാമെന്ന് പറഞ്ഞത്? ആരാണിവിടെ തേടുന്നവരുള്ളത്? ഒരു മുജാഹിദ് അംഗീകരിക്കുമോ പ്രിയമുള്ളവരെ? ഒരു സമസ്തക്കാരനോട് എപി വിഭാഗക്കാരനായാലും ഇകെ വിഭാഗക്കാരനായാലും സംസ്ഥാനക്കാരനായാലും ഏതു വിഭാഗത്തിൽപ്പെട്ടവനായിരുന്നാലും നിങ്ങളല്ലയല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, സഹായം തേടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരതാ അംഗീകരിക്കുന്നു. കാരണം അവർ തന്നെ അതാ കൃത്യമായി തന്നെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതിയ കാര്യമേ നമ്മൾ പറയുന്നുള്ളൂ. ഒരു സമസ്തക്കാരനും നമ്മളത് പറഞ്ഞ ദേഷ്യം പിടിക്കൂല. കാരണം അവർ അംഗീകരിക്കുന്നുണ്ട്, അവരത് ചെയ്യുന്നുണ്ട്. അവര് മഹാത്മാക്കളെ രക്ഷിക്കണേ എന്ന് പറയുന്നുണ്ട്, വിശേഷനെ വിളിക്കുന്നുണ്ട്, ബദരീങ്ങളെ വിളിക്കുന്നുണ്ട്, മമ്പർത്തങ്ങളെ വിളിക്കുന്നുണ്ട്. അങ്ങനെ പല ഖബറുകളിലുള്ള ഖബറാളികളെയും അല്ലാത്തവരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വിഷമമില്ല. കാരണം അവരത് അംഗീകരിക്കുന്ന കാര്യമാണ്. എവിടെ അംഗീകരിച്ചത്? എവിടെ അവർ അംഗീകരിച്ചത്? കേട്ടോ, അവരുടെ മാസികയിൽ ഞാൻ കേൾപ്പിച്ചു തരാം. സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഗാസ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്. ഇതാണ് അത് ശിർക്കോ പാപമോ അല്ല. ഇത് തുറന്നു പറയുന്നതിൽ എന്താണിത്ര പേടിക്കാൻ? ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ മാത്രമല്ല, ഖബറാളികളോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് ആർക്കും തെളിയിക്കാനാവില്ല. ഇതാണ് സുന്നി വിശ്വാസം എന്ന് പറഞ്ഞ് കുബൂരികളുടെ ഒരു മാസികയിൽ അവർ തന്നെ സമ്മതിച്ചതാ. അതുകൊണ്ട് നമ്മൾ അവരോടത് പറയുന്നു, നിങ്ങളിങ്ങനെ ചെയ്യുന്നു, അത് ശരിയല്ല, നിങ്ങളുടെ പ്രവൃത്തി അത് തെളിയിക്കുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു. എന്നാൽ മുജാഹിദുകളുടെ നേരെ നോക്കിയിട്ട് എടോ നീ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവളാണ്, നീ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനാണ്, നീ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവനാണ്, തേടുന്നവനാണ് എന്ന് പറഞ്ഞാൽ ഒരു മുജാഹിദ് സമ്മതിക്കുമോ? മനസ്സ് അംഗീകരിക്കുമോ? എവിടെ വെച്ചാണെങ്കിലും അതേ ഞാൻ നേരത്തെ ഇസ്ലാഹിൽ എന്ന് വായിച്ചില്ലേ, ജീവിതത്തിന്റെ ഒരു സാഹചര്യത്തിലും അല്ലാഹുവല്ലാത്തവരോടുള്ള ഒരൊറ്റ പ്രാർത്ഥനയും പാടില്ല.
ഇത് അടിയുറച്ച് വിശ്വസിക്കുന്ന മുജാഹിദുകളെ ശ്രദ്ധിച്ച് അവരിതാ അതേ ഇപ്പോ വിദരപ്രദേശത്തെത്തിയാലും പുഴക്കരയിലെത്തിയാലും പലയിടത്തും അവർ ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്ന ഈ കളവിങ്ങനെ നൂറാവർത്തി ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നു. തീർന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. മുമ്പ് നമ്മുടെ എതിരാളികളാണ് ഇങ്ങനെ നമ്മെക്കുറിച്ച് പറഞ്ഞതെങ്കിൽ ഇപ്പോഴിതാ അന്ന് സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം എന്ന് പറഞ്ഞ ആയത്തോതിയിട്ട് അവർക്ക് മറുപടി കൊടുത്ത കക്ഷികളിതാ അവരുടെ കൂടെ പോയി ചേർന്നിട്ട് അവരുടെ കൂടെ കൂടികളായിട്ട് അവരുടെ കൂടെ തന്നെ നിന്നിട്ട് ഇപ്പോൾ നമ്മളോട് പറയുന്നു, നിങ്ങൾ മുശ്രിക്കുകളാണ്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്, ഞങ്ങളുടെ സംഘടനയിൽ അതാണ് സംഭവിച്ചത്, അതുകൊണ്ട് ആളുകളെ പുറത്താക്കേണ്ടി വന്നത്. ആ നിലക്കഥാ ഖുറാഫികളുടെ മാസികയിൽ പോയിട്ട് പണ്ട് മടവൂർ വിഭാഗമാണ് ശിർക്കിനെ പറ്റി പറഞ്ഞു കൊടുത്തതെങ്കിൽ ഇന്നിതാ നമ്മുടെ നേതാക്കൾ പോയിട്ട് അതേ പി അബ്ദുള്ളക്കോയെ മദനിവന്നയും പോയിട്ട് സത്യധാര എന്ന് പറയുന്ന ഖുറാഫികളുടെ മാസികയിൽ പോയിട്ട് എന്താ പറഞ്ഞതെന്ന് കേൾക്കണോ? നമ്മളാരും ഇന്നുവരെ കേൾക്കാത്ത രീതിയിൽ പുതിയ വാദങ്ങൾ ഉന്നയിക്കുകയും ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നും പി.പി.യതാ ഖുറാഫികളോട് പോയി പറഞ്ഞതാണ്. ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നും അത് ശിർക്കാവുകയില്ലെന്നും അത് ഹറാമോ വസീലത്ത് ശിർക്കോ മാത്രമേ ആവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വിഷയത്തെ ലഘൂകരിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിനകത്തുള്ള ചിലർ രംഗത്ത് വരികയാണ് ചെയ്തത്. ഇങ്ങനെ ഒരു ആരാണിവിടെ രംഗത്ത് വന്നത്? ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് ഞങ്ങൾക്കിടയിൽ ഒരു കൂട്ടര് പറഞ്ഞതാണ് പ്രശ്നത്തിന്റെ കാരണമെന്ന്. അതേ കുബൂരികളോട് പോയിട്ട് പറയുമ്പോൾ മുമ്പ് നമ്മൾ അതേ ഇവരോട് കൊടുത്ത മറുപടി തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. നമ്മൾ ഒന്നിച്ചു കൊടുത്ത മറുപടിയില്ലേ ബഹുമാന്യനായ നേതാവേ? സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം, ഇത് വമ്പിച്ച കള്ളമായ ആരോപണം തന്നെ. ഇപ്പോഴും നമ്മൾ അവിടെ നിൽക്കുന്നത് നമ്മുടെ പേരിൽ ആരോപണം പറയുകയാണ്. നമ്മൾ ആരെയും ജിന്നുകളെ വിളിച്ച് തേടുന്നില്ല, നാം ആരെയും ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരല്ല. ഒരിടത്ത് വെച്ചും നമുക്ക് ജിന്നുകളെ വിളിച്ച് തേടാനില്ല. നമുക്ക് പ്രാർത്ഥിക്കാൻ അല്ലാഹു തആല മാത്രമേയുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം. ആ നിലക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴല്ലേ സമൂഹത്തിന്റെ മുമ്പിൽ തെറ്റിദ്ധാരണകൾ പിന്നെയും പ്രചരിപ്പിക്കല്ലേ? സമൂഹത്തിൽ നിന്ന് മണ്ണിട്ട് പോയ അന്ധവിശ്വാസങ്ങളിലേക്ക് നമ്മൾ ജനങ്ങളെ തിരികെ വിളിക്കുന്ന പോലും ആരാ സുഹൃത്തെ അന്ധവിശ്വാസത്തിലേക്ക് തിരികെ വിളിക്കുന്നത്? എവിടേക്കാ നമ്മൾ കൊണ്ടുപോകുന്നത്? ജിന്നുബാധ പോലെയുള്ള അന്ധവിശ്വാസങ്ങളിലേക്കൊന്നും കൊണ്ടുപോകാൻ സമ്മതിക്കൂലാന്നാണ് ഇപ്പൊ നേതാക്കന്മാര് പറയുന്നത്. ഓ പ്രിയപ്പെട്ടവരെ, ഒന്ന് വാശിയും വൈരാഗ്യവും മാറ്റിവെച്ചുകൊണ്ട് ഒന്ന് മനസ്സറിഞ്ഞ് ചോദിക്കൂ. നമ്മുടെ മുൻഗാമികളായ നബിവത്തിന്റെ പണ്ഡിതന്മാര് അതേ നമ്മുടെ ഖുർആൻ പരിഭാഷയിലും മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വ്യാഖ്യാനത്തിലും അതുപോലെ തന്നെ കെ.എം. മൗലവിയുടെ ഫത്വകളിലുമൊക്കെ ജിന്ന് ബാധിക്കുമെന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ലേ? അങ്ങനെ ജിന്ന് ബാധയുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന രോഗികൾക്ക് എന്താ ചികിത്സ നടത്തേണ്ടത്? അതേ പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളിലും സ്ഥിരപ്പെട്ട ആ മന്ത്രങ്ങൾ കൊണ്ട് മന്ത്രിക്കാൻ തകരാറില്ല എന്ന നിലക്കല്ലേ മുമ്പ് തന്നെ ഫത്വകൾ കൊടുത്തത്. അത് പറഞ്ഞാൽ പിന്നെ നമ്മൾ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകലാണെന്ന് പറഞ്ഞാൽ അമാനി മൗലവിയും കെ.എം. മൗലവിയുമൊക്കെ അന്ധവിശ്വാസത്തിലേക്ക് പിൻവിളി നടത്തിയവരാണോ? ഒന്ന് നിഷ്പക്ഷമായി ചിന്തിക്കണേ. പറയുന്നത് കേട്ടാത്തോണ്ട് ഇതൊക്കെ നമ്മളിപ്പോ പറഞ്ഞതാണ്. ഇതൊക്കെ പണ്ടേ നമ്മൾ എഴുതി വെച്ചതല്ലേ? കണ്ണേറ് തട്ടുമെന്നിപ്പോ ചില കുട്ടികൾ പറയുന്നു. അത് ശിർക്കാണ്, അന്ധവിശ്വാസമാണെന്നതാ സ്വന്തം പത്രങ്ങളിൽ പലരും എഴുതിവിടുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എഴുതിവിടുന്നവരെ ഒന്ന് മനസ്സാക്ഷിയോട് ചോദിക്ക്. മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്നെടുത്ത് പരിശോധിച്ചു നോക്കി. കണ്ണേറ് സത്യമാണോ? അത് ബാധിക്കുമെന്നാണോ ഇല്ല എന്നാണോ മൗലവി പറഞ്ഞത്? ഇതിപ്പോഴുണ്ടായ ഒരു വിവാദമാണോ? അതേ മുഹമ്മദ് അമാനി മൗലവി അതാ കണ്ണേറിനെ കുറിച്ചെന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകം നോക്കിക്കോ. ആ പുസ്തകത്തിൽ കാണാം അമാനി മൗലവി എഴുതുകയാണ്. എന്താ അദ്ദേഹം എഴുതിയിട്ടുള്ളത്? അദ്ദേഹം എഴുതിയ ചില വരികൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണേ.
എന്നിട്ട് ശരിക്കും ശ്രദ്ധിച്ചോ, മടവൂർ ഭാഗം സുഹൃത്തുക്കളും ഒക്കെ ഷബാബിലൊക്കെ ഇതില്ലേ കണ്ണേറ് തട്ടുന്ന വിശ്വസിച്ച കുഫുറായി ശിർക്കായി എന്നല്ലേ പറയുന്നത്. ആലോചിച്ചു നോക്കണം നിങ്ങൾ. വാശി വെടിഞ്ഞുകൊണ്ട് നിങ്ങൾ അമാനി മൗലവിയുടെ ആ ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്ന പുസ്തകമുണ്ടോ? വീട്ടിന്റെ ലൈബ്രറിയിലുണ്ടോ? കോളേജിന്റെ ലൈബ്രറിയിലുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ഒന്ന് വായിക്കണേ. മനസ്സാക്ഷി ഒന്ന് ശ്രദ്ധയോടുകൂടി കേട്ടോ മൗലവി പറയുന്നത്. കണ്ണേറിനെ പറ്റി അല്പം സംഗതികൾ ഇവിടെ പറയാം. കണ്ടതും കേട്ടതുമൊക്കെ കണ്ണേറിന്റെ ഫലമാണെന്ന് ധരിക്കുകയും അതിനുവേണ്ടി മന്ത്രവാദം നടത്തിക്കുകയും ചെയ്യുന്ന ചിലരുണ്ട്. എന്ത് കണ്ടാലും കണ്ണേറ് തെറ്റിയതാണെന്ന് പറഞ്ഞ് അതിനുവേണ്ടി മന്ത്രവാദം ചെയ്യിക്കുന്ന ചിലരുണ്ട്. അപ്രകാരം തന്നെ കണ്ണേറിനെ തന്നെ നിഷേധിക്കുകയും അങ്ങനെ ഒന്നുണ്ടെന്ന് പറയുന്നവരെ വിഡ്ഢികളായി ഗണിക്കുകയും ചെയ്യുന്നവരുണ്ട്. അതെ, ഇപ്പൊ അങ്ങനെയാണ് ചില ആളുകൾ പറയുന്നത്. അത് വിഡ്ഢികളാണ്, വിഡ്ഢികളല്ലാതെ അങ്ങനെ പറയൂല എന്ന് പറഞ്ഞ് അത് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്, അത് വിശ്വസിച്ചാൽ കുഫറാണെന്നല്ലേ മുജാഹിദുകൾ എന്ന പേരിൽ ലേഖനം എഴുതിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരോട് അമാനി മൗലവിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറയാം. എന്താ മൗലവിക്ക് അവരോട് പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? എന്നാൽ കണ്ണേറുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഹദീസുകൾ നാം കണ്ടു കഴിഞ്ഞു. മൗലവി പറയാണ്, കണ്ണേറുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഹദീസുകൾ നാം കണ്ടു കഴിഞ്ഞു. അതിനാൽ ഹദീസിൽ വിശ്വസിക്കുന്നവർക്കാർക്കും തന്നെ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൂടാ. മൗലവി പറയാണ്, ഞാനല്ല, ഹദീസിൽ വിശ്വാസമുണ്ടോ എന്നാ നമ്മളത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. എന്നാ പിന്നെ അതിനെന്താ മാർഗം? കണ്ണഞ്ചരട്ടയിൽ ഇങ്ങനെ നൂറുകൊണ്ട് കണ്ണും മൂക്കും വരച്ചിട്ട് കരിങ്കണ്ണാ നോക്ക് എന്നെഴുതലാണോ? പച്ചക്കറിയും കൃഷിയും നടത്തുന്ന കായ്ക്കറിത്തോട്ടത്തിലും കൃഷിയിടങ്ങളിലും ഒരു പെണ്ണിന്റെ രൂപത്തിലൊരു പേക്കോലമുണ്ടാക്കിയിട്ട് ഇങ്ങനെ നാട്ടിക്കുത്തി നിർത്തിയിട്ട് കരിങ്കണ്ണാ നോക്കെന്നെഴുതലാണോ? കുട്ടികളുടെ കവിളത്ത് കുളി കഴിഞ്ഞ് പൗഡറിട്ട് മിനുക്കി കൊടുത്തതിന്റെ ശേഷം അതേ പ്രത്യേകമായ കറുത്ത സുർമ കൊണ്ടൊരു കുത്തിട്ട് കൊടുക്കലാണോ? കൈകളില്ലതായ ഏതെങ്കിലും കറുത്ത വള ധരിപ്പിക്കലാണോ? അരയിൽ കറുത്ത ചരട് ധരിപ്പിക്കലാണോ? മറ്റേതെങ്കിലും സാധനങ്ങൾ കോർത്തിട്ടുകൊണ്ട് അരയിലോ കയ്യിലോ കെട്ടലാണോ? ഏതെങ്കിലും മൃഗത്തിന്റെ പല്ലോ ഏതെങ്കിലും ജീവിയുടെ രോമങ്ങളോ ഐക്കല്ലോ ഉറുസോ ഏതെങ്കിലും ഏലസോ ആക്കിയിട്ട് ഉറുക്കോ നറുക്കോ ആക്കി കെട്ടലാണോ? അതൊന്നുമല്ല. പിന്നെന്തായാലും മാർഗം? അതൊക്കെ അന്ധവിശ്വാസ. പിന്നെന്തായാലും മാർഗം ഇസ്ലാം പഠിപ്പിച്ച മന്ത്രങ്ങളാണ്. അതേ മഹാനായ അമാനി മൗലവിയതാ ഇതിനെയൊക്കെ നിഷേധിക്കുന്ന ആളുകളെ കുറിച്ച് ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ ഒരു വാചകം എടുത്തുദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് എത്ര സത്യം. ഇതിന് നിഷേധിക്കുന്ന ആളുകളെ, ഇതൊക്കെ മൗഢ്യമാണെന്ന് പറയുന്നവരെ, ഇതൊക്കെ എതിർക്കുന്ന ഹദീസ് നിഷേധികളെ, ഒന്നാലോചിക്ക് മൗലവി എന്താ പറയുന്നത്? ബുദ്ധി കൊണ്ടും അറിവുകൊണ്ടും വളരെയൊന്നും അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലാത്ത ചില ആളുകൾ കണ്ണേറ് നിഷേധിക്കുന്നുണ്ട്. കണ്ണേറ് നിഷേധിക്കുന്നവർക്ക് മൗലവി കൊടുത്ത ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാ? ബുദ്ധിയില്ല, അറിവുമില്ല, വെറും ഊഹാപോഹമാണെന്നാണ് അവര് പറയുന്നതൊക്കെ ഊഹാപോഹമാണെന്നാണ്. ഇനി കേട്ടോ, ബുദ്ധിയും അനുഭവജ്ഞാനവും മതപരമായ അറിവും കുറഞ്ഞ മൂഢന്മാരും. ആരാണ് നിഷേധിക്കുന്നത്? ബുദ്ധിയും അനുഭവജ്ഞാനവും മതപരമായ അറിവും കുറഞ്ഞ മൂഢന്മാരും മൂഢധാരണകളുടെ കട്ടിയേറിയ മറക്കകത്ത് കഴിയുന്നവരും അതേസമയം തൊലിക്കട്ടി കൂടിയവരുമാണവർ. ആരാ പറഞ്ഞത്? അമാനി മൗലവി. ഇവരൊക്കെ നിഷേധിക്കുന്നവർക്ക് തോലിക്കട്ടി, ഭയങ്കര തോലിക്കട്ടി വേണം. അള്ളാന്റെ റസൂലിന്റെ ഹദീസ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നിഷേധിക്കുക, അതൊക്കെ ബാധിക്കുന്നു പറഞ്ഞാൽ മുശ്രിക്കായി പോയി, ശിർക്കായി, കുഫറായി എന്നൊക്കെ പറയാൻ കുറച്ചൊന്നല്ല, എഴുന്നുമില്ല, ഒരു നിലക്കുള്ള വിവേകമില്ല. തോലിക്കട്ടിയാണെങ്കിൽ ഗംഭീരവുമാണ് എന്നാണ് മൗലവി പറയുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ, കേട്ടോ. മനസ്സിനെയോ ആത്മാവിനെയോ സംബന്ധിച്ചോ അവയുടെ ഗുണങ്ങളെയോ പ്രവർത്തനങ്ങളെയോ പ്രതിഫലങ്ങളെയോ സംബന്ധിച്ചോ വിദൂരജ്ഞാനമേ അവർക്കുള്ളൂ. ജാതിമതഭേദമന്യേ ഒരു സമുദായത്തിലെയും ബുദ്ധിമാന്മാർ കണ്ണേറ് നിഷേധിക്കുകയോ തള്ളുകയോ ചെയ്യുന്നവരല്ല. കണ്ണേറിന്റെ കാരണത്തെപ്പറ്റി അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കാമെന്ന് മാത്രം. അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിൽ നിന്നാണ് നിങ്ങൾ കേട്ടത്. സഹോദരങ്ങളെ, എന്താ വിശ്വാസ? ജിന്ന് ബാധിക്കുമെന്ന മൗലവിയല്ലേ ഖുർആൻ പരിഭാഷയിൽ സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനത്തിൽ ആ നിലക്കുള്ള വ്യാഖ്യാനമല്ലേ കൊടുത്തത്? ഇത് അന്ധവിശ്വാസത്തിലേക്ക് പിൻവിളിയാണെന്നല്ലേ അതേ പലരും ഇപ്പോൾ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതി വിട്ടുകൊണ്ടിരിക്കുന്നത്. തെറ്റിദ്ധരിപ്പിക്കുക മാത്രമാണ്.
അതുപോലെ തന്നെ മന്ത്രം എന്ന് പറയുന്നത് അതിന് അറബിയിലുള്ള പ്രയോഗം വരുമ്പോഴേക്ക് എന്തിനാ തെറ്റിദ്ധരിക്കുന്നത്? അർറുഖിയത്തു ശർഇയ്യ, ശർഇയ്യായ മന്ത്രങ്ങൾ അത് ഇസ്ലാമിലുള്ളതല്ലേ? അതേ, മന്ത്രങ്ങൾ രണ്ട് നിലക്കുണ്ട്. ഒന്ന് അർറുഖിയത്തു ശർഇയ്യ, ശർഇയ്യായ മന്ത്രങ്ങൾ. മറ്റൊന്ന് അർറുഖിയത്തു ശിർകിയ്യ, ശിർക്കൻ മന്ത്രങ്ങൾ. രണ്ടും വേറെ വേറെ അങ്ങ് പഠിപ്പിച്ചു കൊടുക്കലല്ലേ ബുദ്ധി? അതല്ലേ പ്രമാണങ്ങളോട് സ്വീകരിക്കേണ്ടുന്ന മാനദണ്ഡം? ഏതുപോലെ ഖബർ സിയാറത്ത് കണ്ടില്ലേ? സിയാറ ശർഇയ്യ, ശർഇൽ അനുവദിക്കപ്പെട്ട സിയാറത്തില്ലേ? സിയാറ ശിർകിയ്യ, ശിർക്കൻ സിയാറത്തുമില്ലേ? നമ്മളെന്താ ചെയ്യാറുള്ളത്? ശിർക്കുള്ള സിയാറത്തുണ്ടെന്ന് വിചാരിച്ച് ഖബറിലേക്ക് പോകാനേ പാടില്ലെന്ന് പറയാറുണ്ടോ? അതോ രണ്ടും വേർതിരിച്ച് പ്രമാണബദ്ധമായി വേർതിരിച്ചെന്ന് പഠിപ്പിക്കാറാണോ പതിവ്? രണ്ടാമത് പറഞ്ഞതാ നമ്മുടെ പതിവ്. പ്രമാണങ്ങളിലൂടെ കല്ലും നെല്ലും വേർതിരിച്ചു കൊടുക്കും. അതന്നെ റുഖ്യയുടെ വിഷയത്തിലും വേണ്ടത്. അതന്നെ മന്ത്രം. ചിലർക്ക് മന്ത്രിച്ച് ഊതാനൊക്കെ നോക്കുമ്പോ എന്തൊരു അലർജിയാ! ഇതൊക്കെ ഇപ്പൊ സക്കരിയ സ്വലായി ആരോ കൊണ്ടുവന്ന പരിപാടിയാണെന്ന് ചിലർ വിചാരിക്കുന്നത്. അതേ, കുട്ടികൾക്ക് കണ്ണേറ് ബാധിക്കാതിരിക്കാൻ മന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ അത് അന്ധവിശ്വാസത്തിലേക്ക് പോകലാണോ? അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയപ്പെട്ട പേരമക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ആ രണ്ട് പേരമക്കളെയും അണച്ചുകൂട്ടിയിട്ട് അതേ അവിടുന്ന് മന്ത്രിച്ചു കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇരുവർക്കും വേണ്ടി ഞാൻ അല്ലാഹുവോട് കാവൽ ചോദിക്കുന്നു. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ മഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് വേണ്ടി എല്ലാവിധ ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ അല്ലാഹുവോട് കാവൽ ചോദിക്കുന്നു. എല്ലാ ഇഴജന്തുക്കളുടെയും വിഷജീവികളുടെയും ശർറിൽ നിന്ന് അല്ലാഹുവോട് കാവൽ ചോദിക്കുന്നു. എല്ലാ ദോഷമുള്ള ആക്ഷേപകാരിയായ കണ്ണിന്റെ ശർറിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നു. മഹാനായ അഷ്റഫുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരമക്കൾക്ക് വേണ്ടി നടത്തിയ ദുആ നടത്തിയിട്ട് പറഞ്ഞു, മക്കളെ, ഇത് ഞാൻ മാത്രം പറയുന്നൊരു ദുആയല്ല. നമ്മുടെ പൂർവീകനായ ഇബ്രാഹിം അലൈഹിസ്സലാം, അതേ അവിടുത്തെ രണ്ട് പൊന്നോമന മക്കളായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനും ഇതേ ദുആ കൊണ്ട് ദുആ നടത്തിയിട്ടുണ്ട്, കാവൽ ചോദിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ അതിൽ ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് കാവൽ തേടുന്നു, ദുഷ്ടജന്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് കാവൽ തേടുന്നു, വിഷജീവികളുടെ ഉപദ്രവത്തിൽ നിന്ന് കാവൽ തേടുന്നു, ആക്ഷേപകാരിയായ കണ്ണുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. പറയൂ, കണ്ണേറ് കൊണ്ട് എന്തെങ്കിലും ബാധിക്കുമെന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ വിധിപ്രകാരം അങ്ങനെ സംഭവിക്കുമെന്ന് വന്നാൽ അത് ശിർക്കാണെന്ന് പറയുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്ക് പ്രചരിപ്പിച്ചുവോ? അത് ഉദ്ധരിച്ച ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് തന്റെ കിതാബിൽ ശിർക്ക് പ്രചരിപ്പിച്ചുവോ? അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയെത്ര മന്ത്രങ്ങൾ നടത്തി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നടത്തണ്ടേ? ഇതാർക്കെങ്കിലും ഒഴിഞ്ഞു കൊടുക്കേണ്ട സംഗതിയാ? ചികിത്സിക്കണം, പ്രാർത്ഥിക്കണം, ചികിത്സിക്കണം, പ്രാർത്ഥിക്കണം. ഒരു രോഗിയുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ മന്ത്രിക്കുന്നില്ലേ? സ്വന്തം ശരീരത്തിൽ കൈവച്ച് മന്ത്രിക്കുന്നില്ലേ? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു സഹാബി വന്നുകൊണ്ട് ശരീരത്തിന്റെ ഒരു ഭാഗത്തുള്ള വേദനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? വേദനയുള്ള ഭാഗത്ത് നിന്റെ കൈവച്ചോ, എന്നിട്ട് ഖുൽ ബിസ്മില്ലാഹ്, ബിസ്മില്ലാഹ് എന്ന 3 തവണ പറഞ്ഞു. വഖുൽ സുബ്ഹാനല്ലാഹ്, പിന്നീട് 7 തവണ നീ പറഞ്ഞോ അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഹാദിർ, ഞാൻ ഭയപ്പെടുന്ന, ഞാൻ അനുഭവിക്കുന്ന വേദനകളുടെ ശർറിൽ നിന്ന്, ഞാൻ പേടിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് അവന്റെ ഖുദ്റത്ത് മുഖേന ഞാനിതാ കാവൽ ചോദിക്കുന്നു. ഇത് പറയാനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്? ആ സഹാബി അത് ചെയ്തു. പിന്നെ എനിക്ക് അവിടെ വേദന ഉണ്ടായിട്ടില്ല എന്നാണ്. അതെ, മുസ്ലിങ്ങൾ ചെയ്യേണ്ട ഒരു മാതൃകയാണത്. നമ്മൾ മന്ത്രിച്ച് ഊതുന്നില്ലേ? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ആയത്തുൽ കുർസി ഓതുന്നു. അതേ, സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ ഇതൊക്കെ ഓതുന്നു. 3 പ്രാവശ്യം നമ്മൾ ഓടുന്നു. കയ്യിൽ ഊതുന്നു, തടവുന്നു, ശരീരത്തിൽ കൈവെത്താവുന്ന സ്ഥലത്തൊക്കെ തടവിക്കൊണ്ട് കിടന്നിറങ്ങുന്നു. ഇസ്ലാമിൽ ഉള്ളത് പറയാ, ഇല്ലാത്തത് വേണ്ട, ഇല്ലാത്തത് കൊണ്ടുവരണ്ട. അതേ അവസരം നൂലുകെട്ടലില്ല, മന്ത്രക്കരടുകളില്ല, കുറുക്കുകളില്ല, അതേപോലെയുള്ള കാര്യങ്ങളൊന്നുമില്ല.
അതേ അവസരത്തിലതാ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചുകൊണ്ടുള്ള തേട്ടങ്ങൾ, അല്ലാഹുവല്ലാത്തവരെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ, അതൊക്കെ റുഖിയ ശിർക്കിയ, ശിർക്കൻ മന്ത്രങ്ങളാണ്. നിങ്ങൾ ജിന്നുകളെ വിളിച്ച് തേടുന്നവരാണെന്ന് നമ്മെ കുറിച്ച് ആക്ഷേപം പറയുന്ന ഖുബൂരികൾ പോലും അവരാണ് ഓരോ ദിവസവും ശനിയും ഞായറും തിങ്കളും ചൊവ്വയും ബുധനും വ്യാഴവും വെള്ളിയുമൊക്കെ പ്രത്യേകം വിളിക്കേണ്ട ജിന്നുകളെ വിളിച്ചുകൊണ്ട് അങ്ങനെ വിളിച്ചോ എന്ന് പഠിപ്പിക്കുന്നത് അവരാണ്. ഒരു മുജാഹിദുകൾക്കും ആ വാദമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അന്ധവിശ്വാസത്തിലേക്ക് ഈ പ്രസ്ഥാനം കൊണ്ടുപോകുന്നു എന്ന് പറയാൻ ജിന്നുബാധയാണോ നിങ്ങൾ തെളിവാക്കുന്നത്? എങ്കിൽ അത് മുൻഗാമികളും പറഞ്ഞതാണ്. കണ്ണേറിനെ പറ്റിയുള്ളതാണോ അന്ധവിശ്വാസമെന്ന് പറയുന്നത്? എങ്കിൽ അത് ബുഖാരി അടക്കമുള്ള ഹദീസുകളിൽ വന്നതാണ്. റുഖിയ ശർഇയ്യയാണോ കാരണമായി പറയുന്നത്? എങ്കിൽ അതും പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതും. മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വ്യാഖ്യാനത്തിൽ സൂറത്തുൽ ഫലഖിന്റെ വ്യാഖ്യാനമെടുത്തിട്ട് മന്ത്രത്തോട് നമ്മുടെ സമീപനം എന്താണെന്ന് പറഞ്ഞ ഭാഗമെന്ന് വായിച്ചു പഠിക്കണേ. വിവരമില്ലാത്തതാണ് പലതിനെയും നിഷേധിക്കാൻ കാരണമാകുന്നത്. അതുകൊണ്ട് പഠിക്കലേ നിവൃത്തിയുള്ളൂ. എല്ലാ അന്ധവിശ്വാസാന്ന് പറഞ്ഞ് തള്ളുമ്പോ എന്താ സംഭവിക്കുന്നത്? സഹീഹ് ബുഖാരി അടക്കമുള്ള ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഹദീസുകൾ വലിച്ചെറിയാണ്. ചിലർക്കൊക്കെ ബുഖാരിയിലെ ഹദീസ് കാണുമ്പോൾ ഓക്കാനം വരുന്നു, ഛർദി വരുന്നു, അലർജി വരുന്നു. ചില ഹദീസുകൾ കാണുമ്പോൾ ചില ലേഖകന്മാർക്കും നേതാക്കന്മാർക്കും ഒന്നും തിരിഞ്ഞു നോക്കാൻ കഴിയാഞ്ഞവർ ചാടിക്കിടക്കും പോലും. ചില ആൾക്കാരെ എഴുതാണ്, ഞങ്ങൾ ബുഖാരിയിലെ ചില ഹദീസൊക്കെ കണ്ടാൽ ഞങ്ങൾ ചാടിക്കടക്കലാണ്. എന്താ ചാടിക്കടക്കൽ എപ്പോഴാ? നമ്മളൊരു വഴി കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ വല്ല അമേധ്യമോ വൃത്തികെട്ട സാധനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ശരീരത്തിലോ വസ്ത്രത്തിലോ തട്ടാതിരിക്കാൻ വേണ്ടി വേഗം ചാടിക്കിടക്കും. എന്നതുപോലെ ബുഖാരിയിലെ ചില ഹദീസൊക്കെ കണ്ടാൽ ഞങ്ങൾ ചാടിക്കിടക്കലാണെന്ന് ചില വലിയ നേതാക്കന്മാർ എഴുതി വിട്ടുന്ന കാലാത്. മനസ്സിലാക്കണം ഇവിടെ എത്തിപ്പോയി. ആര് പറഞ്ഞാലും സ്വീകരിക്കൂല, ബുഖാരിയല്ല ബുഖാരിന്റെ ബാപ്പ പറഞ്ഞാലും സ്വീകരിക്കൂലെന്ന് പറയുന്ന ധാർഷ്ട്യം പറയുന്ന കാലത്തേക്ക് എത്തിപ്പോയി. മോനെ, അതൊന്നും എന്നോട് പറയേണ്ട, കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞോ എന്ന് പറയുന്ന ആളുകളുടെ കാലമെത്തിപ്പോയി. എന്നിട്ട് അവരാ പറയുന്നത് നിങ്ങൾ അന്ധവിശ്വാസികളാണ്, ഞങ്ങളാണ് ശരിയായ സലഫികളെന്ന്. പറഞ്ഞവനവന്റെ ബുദ്ധിയെ പ്രമാണമാക്കുന്നു. ബുദ്ധിക്ക് യോജിക്കാത്തത് ആയത്തിൽ കണ്ടാലും പറ്റൂല, ഹദീസിൽ കണ്ടാലും പറ്റൂല. അതുകൊണ്ട് ഖബർ ശിക്ഷയെ വരെ അംഗീകരിക്കാൻ മടവൂരി ഭാഗത്തിലെ സുഹൃത്തുക്കളെ അബ്ദുസ്സലാം സുല്ലമിക്കുന്ന കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ ബുഖാരി പരിഭാഷ എടുത്തു നോക്ക്. ഖുർആൻ വിരുദ്ധമാണ് ഖബർ ശിക്ഷ എന്നിടത്തേക്കാണ് ഇയാളുടെ വ്യാഖ്യാനം പോകുന്നത്. ഇയാളുടെ വ്യാഖ്യാനം അങ്ങോട്ടാ പോകുന്നത്. ചേകനൂർ മൗലവി പറഞ്ഞില്ലേ, വിചാരണ നടത്തും മുമ്പ് ലോക്കത്ത് മർദ്ദനമോ എന്ന് പറഞ്ഞ് ഖബർ ശിക്ഷയെ പരിഹസിച്ചില്ലേ? ഖുർആൻ വിരുദ്ധമായ ഒരു കാര്യത്തെക്കുറിച്ചാണോ? ഉമ്മമാരെ, സഹോദരന്മാരെ, ഞാനും നിങ്ങളുമൊക്കെ എല്ലാ നേരത്തെ നിസ്കാരത്തിലും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് തേടാതെ നമ്മൾ നിസ്കാരത്തിൽ നിന്ന്, സർവ്വനിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടാറുണ്ടോ? അന്ധവിശ്വാസമാണോ? ഇല്ലാത്തൊരു കാര്യത്തിൽ നിന്നാണോ അല്ലാഹുവോട് കാവൽ ചോദിക്കുന്നത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനതാ സിഹറിൽ നിന്ന് ചില ബാധകളുണ്ടായി, അവിടുത്തേക്ക് ചില വിഷമങ്ങളുണ്ടായി എന്ന് സഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞതിനാണോ നിങ്ങൾ ഞങ്ങളെ അന്ധവിശ്വാസികളാക്കുന്നത്? നബി തങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചു എന്ന് ശബാബിൽ എഴുതിയിട്ടില്ലേ? നമ്മുടെ പത്രങ്ങളിൽ വന്നിട്ടില്ലേ? അതേ സമൂഹത്തിൽ അതാരാണ് അംഗീകരിക്കാത്തത്? എന്തിനേയും പറഞ്ഞു പരിഹസിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സുഹൃത്തുക്കളെ, നിങ്ങളും പഠിച്ചു വെച്ചോ. നബി തങ്ങൾക്ക് സിഹിർ ബാധിച്ചു എന്നതിന്റെ പേരിൽ അതേ ശിർക്കും ബഹുദൈവത്വവും കുഫറിലേക്കും മുജാഹിദുകൾ പോയി എന്ന് സ്വന്തം പത്രത്താളുകളിൽ എഴുതിവിടുന്ന ജമാഅത്ത് സുഹൃത്തുക്കളെ, സ്വന്തം ആചാര്യനായ മൗദൂദി സാഹിബിന്റെ ഖുർആൻ പരിഭാഷ ഒന്ന് നോക്കിക്കൂടെ? മൗദൂദി സാഹിബിലൊക്കെ അംഗീകരിക്കുന്നയാളാ. മൗദൂദി സാഹിബ് മുശ്രിക്ക, മൗദൂദി സാഹിബ് കാഫിറാവണ്ടേ? കാരണം മൗദൂദി സാഹിബ് സിഹിറിന് യാഥാർത്ഥ്യം ഫലിക്കും എന്ന് വിശ്വസിക്കുന്നയാളാണ്.
എന്നാ നിങ്ങൾ മൗലാന മൗദൂദി സാഹിബിന്റെ മരണശേഷം നിങ്ങൾ പ്രഖ്യാപിച്ചോ അയാൾ ശിർക്കിലേക്ക് പോയി, കുഫറിലേക്ക് പോയി. മുജാഹിദുകൾ നോക്കിയിട്ട് സിഹ്റിന് യാഥാർത്ഥ്യമുണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിൽ ബഹുദൈവത്വത്തിലേക്കും കുഫറിലേക്കും പോയി എന്ന് പ്രബോധനത്തിൽ അച്ചുനിരത്തുമ്പോ മനസാക്ഷിയോടൊന്ന് ചോദിക്കൂ ജമാഅത്ത് സുഹൃത്തേ, മൗദൂദി സാഹിബ് അംഗീകരിച്ചതല്ലേ? അതേ, ഒരുപാട് കാര്യങ്ങളുള്ളത്. സംഗീതം നിഷിദ്ധമാണെന്ന് മുജാഹിദുകൾ പറയുമ്പോ അത് വിഡിത്തമാണെന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ഓ ജമാഅത്ത് സുഹൃത്തുക്കളെ, സ്വന്തം ആചാര്യനായ മൗലാന മൗദൂദി സാഹിബ് സംഗീതം, അതേ താളമേള വാദ്യോപകരണങ്ങൾ അടിച്ചുകൊണ്ടുള്ള സംഗീതം ഹറാമെന്ന് ഫത്വ കൊടുത്തിട്ടില്ലേ? എന്നിട്ടങ്ങനെ എത്രയെല്ലാം വിഷയങ്ങളുണ്ട്. അതേ, എത്രയെത്ര മന്ത്രങ്ങൾ മൗദൂദി സാഹിബ് കൊടുത്തിട്ടുണ്ട്. കണ്ണേറിനെ അദ്ദേഹം അംഗീകരിച്ചിട്ടില്ലേ? കണ്ണേറിനുള്ള മന്ത്രത്തെ അദ്ദേഹം അംഗീകരിച്ചിട്ടില്ലേ? മറ്റൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കുന്നതിനെ അദ്ദേഹം അംഗീകരിച്ചിട്ടില്ലേ? ഇതൊക്കെ അന്ധവിശ്വാസമാണോ? സമൂഹത്തെ ശിർക്കിലേക്ക് കൊണ്ടുപോകലാണോ? പ്രമാണങ്ങൾ പഠിക്കാത്തതിന്റെ തകരാറാണിത് മുഴുവനും. അതുകൊണ്ട് എന്റെ ശ്രോതാക്കളോട് എനിക്ക് വിനയത്തിന്റെ ഭാഷയിൽ പറയാനുള്ളത്, ഈ കക്ഷിത്തൊക്കെ എന്ന് അവസാനിക്കും. ഈ വാശിയും വഴക്കൊക്കെ ഏതുവരെ? എല്ലാവരും മരിക്കൂലേ? മരണാനന്തരം നമുക്ക് ആരാ ഇതിന് സഹായിയായിട്ടുണ്ടാവുക? പ്രമാണങ്ങളിലേക്ക് മടങ്ങി, പ്രമാണങ്ങളിൽ ഉള്ളത് പറയും, പ്രമാണങ്ങളിൽ ഉള്ളത് വിശ്വസിക്കും. നമ്മളെന്തിനാ നിഷേധിക്കാൻ പോകുന്നു? പലർക്കും പരലോകത്ത് മീസാനുണ്ട്. നമ്മുടെ സൽക്കർമ്മങ്ങൾ തൂക്കുന്നവർ തുലാസുണ്ടെന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ എങ്ങനെ തൂക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പരിഹസിച്ചുകൊണ്ട് മീസാനിന്റെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നു. അതേ, ജഹന്നമിന്റെ മീതെ ഇരിക്കപ്പെട്ടിട്ടുള്ള ഒരു പാലമുണ്ട്, സിറാത്തുണ്ടെന്ന് പറയുമ്പോ ആ പാലത്തിലൂടെ മിന്നൽ വേഗതയിൽ ശരവേഗതയിൽ പായുന്ന മുഅ്മിനീങ്ങളുണ്ട്. അതിന്റെ കൊളുത്തുകൾ കൊണ്ട് വലിച്ചിടപ്പെട്ട് ജഹന്നമിലേക്ക് വലിച്ചെറിയപ്പെടുന്ന പാപികളുണ്ട്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേ, ആ നിലക്കൊക്കെ ഗൗരവം പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പാലത്തിന്റെ സമീപത്ത് നിന്നുകൊണ്ട് അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം റബ്ബേ രക്ഷപ്പെടുത്തെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമെന്ന് വന്ന ഹദീസുകളെ മുഴുവനും പരിഹസിച്ചുകൊണ്ട്, അതേ, അങ്ങനത്തെ ഒരു സിറാത്തില്ല എന്നെഴുതി വിട്ടിട്ടില്ലേ? അതിനെ നിഷേധിച്ചിട്ടില്ലേ? അതൊക്കെ അന്ധവിശ്വാസമാണെന്നല്ലേ പ്രചരിപ്പിക്കുന്നത്? പ്രമാണത്തിലേക്ക് മടങ്ങൂ മുജാഹിദുകളെ. അതേ, പ്രമാണങ്ങൾ പഠിക്കോ, ഹദീസുകൾ നിഷേധിക്കല്ല, ഹദീസുകളെ തള്ളിക്കളയല്ല. മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറാ. ഒരു സത്യവിശ്വാസിക്കും വിശ്വാസിനിക്കും അള്ളയും അവന്റെ റസൂലും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പിന് സ്വാതന്ത്ര്യമില്ല. എന്ത് പടച്ച റബ്ബ് തീരുമാനിച്ചുവോ, അള്ള എന്ത് വിധിച്ചുവോ, നബിതങ്ങൾ എന്ത് പറഞ്ഞോ എന്ന് സ്ഥിരപ്പെട്ടുവോ, അതെന്റെ ബുദ്ധിക്ക് തള്ളേണ്ടതല്ല. ഞാൻ അംഗീകരിച്ചോ അംഗീകരിച്ചില്ലേ എന്ന് നോക്കാനേ പാടില്ല. അംഗീകരിച്ചേ പറ്റൂ, വിശ്വസിച്ചേ പറ്റൂ, അതിന്റെ മുമ്പിൽ സർവാത്മന സമർപ്പിച്ചേ പറ്റൂ. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമൂ തസ്ലീമാ. ഖുർആനിലെ ആയത്തല്ലേ ഓതി കേൾപ്പിച്ചത്? പിന്നെന്തിനായി അള്ളാന്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളെ നമ്മൾ പുച്ഛിക്കുന്നത്? എന്തിനാ അത് കുപ്പയിലേക്ക് വലിച്ചെറിയണമെന്ന് പറയും? എന്തിനാ അത് കാണുമ്പോൾ ഞാൻ വെറുത്തിട്ട് ചാടിക്കിടക്കുമെന്ന് പറയുന്നത്? എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ നമ്മൾ തമസ്കരിക്കുന്നത്? എന്തിനാണ് അവയെ നിഷേധിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഈ പരിഹാസം? ആർക്ക് വേണ്ടിയാണ് ഈ നിഷേധം? ഇത് ഏതുവരെയാണ്? സുഹൃത്തുക്കളെ ഒന്ന് ആലോചിക്കണ്ടേ? കളവുകളൊക്കെ പറയുമ്പോ ഒരാളെക്കുറിച്ച് അയാൾ ജിന്നിനോട് തേടാൻ പറയുന്നു, ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണെന്നൊക്കെ പറയുമ്പോ ഏത് ഫാസിഖ് അതുകൊണ്ട് വന്നാലും യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ, വ്യക്തമായി പരിശോധിച്ച് അറിഞ്ഞോളണം. അതേ, ജീവിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് അങ്ങനെ പറയുന്നതെങ്കിൽ അവരെ വിളിച്ച് ചോദിച്ചുകൂടെ, നിങ്ങൾ ജിന്നിനോട് പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കാമെന്ന വാദം നിങ്ങൾക്കുണ്ടോ? ഇല്ലാതെ ആ ഒരു മനുഷ്യനെ പറ്റി ആരോപണം പറഞ്ഞ് അതേ അത് നാടത്താകെ പ്രചരിപ്പിക്കുമ്പോ നാളെ മഹ്ശറിലെത്തിക്കഴിഞ്ഞാൽ അതുപോലെയും മത്സരത്തും വായിതിയും അർജുനവും അതേ നാവും കൈയും കാലുമൊക്കെ സാക്ഷി പറയുന്ന ഒരു ദിവസമെത്തുമ്പോൾ
അതേ വായകൾക്ക് സീൽ വെക്കുന്ന ദിവസമതാ, കൈകൾ സംസാരിച്ച് കാലുകൾ സാക്ഷി പറയുന്ന ലോകത്തെത്തുമ്പോ അതേ നീ മുശ്രിക്കാനടാ, നീ കാഫിറാനടാ, നീ ജിന്നൂരിയാനടാ, നീ ജിന്നിനോട് തേടുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവനാണെന്ന് പറഞ്ഞ് ഒതുക്കിയവരെ, അതേ പുറത്താക്കിയവരെ, മാറ്റിയവരെയൊക്കെ രംഗത്ത് കൊണ്ടുവരുമ്പോൾ എന്തു പറയും? ഉണ്ടോ? തെളിവുണ്ടോ പ്രിയമുള്ളവരെ? ഇല്ലല്ലോ. ഇഷ്ടപ്പെടാത്തവരെയൊക്കെ ഈ ഒരു പേരും പറഞ്ഞുകൊണ്ട് ഒതുക്കി നിർത്താനുള്ള ഒരു തന്ത്രമല്ലേ ഇത്? ആലോചിച്ചു നോക്കൂ പ്രിയമുള്ളവരെ. മരണത്തെ ഓർത്ത് പടച്ചവരെ ഓർത്തുകൊണ്ട് നമ്മൾ ആലോചിക്കുക. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഏത് ചിഹ്നങ്ങളെയും പരിഹസിച്ച് നമ്മുടെ സലാം സുല്ലമി, വടവൂർ സുഹൃത്തുക്കളെ നിങ്ങൾ കേൾക്കുന്നില്ലേ? നമ്മുടെ സലാം സുല്ലമി എത്രത്തോളം പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ താടി വളർത്താൻ പറഞ്ഞിട്ട് ആ താടി വളർത്തുന്ന പുണ്യമെടുക്കുന്ന മുസ്ലിമിനെ നോക്കിയിട്ട് പറഞ്ഞില്ലേ, പുണ്യമുണ്ടെന്ന് വിചാരിച്ച് കൂലി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും താടി വളർത്തിയാൽ അത് നരകത്തിലേക്കുള്ള ഹറാമ് തന്നെ. ഇനിയും വിശ്വസിക്കണോ? ഇനിയും ഏത് രൂപത്തിലേക്കാണ് പോക്ക്? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങളോട് ഇത്രത്തോളം അവമതിപ്പിലേക്ക് എത്തിയിട്ട് എന്തിനേയും തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ഒരു നിഷേധ പ്രവണത എങ്ങനെ വന്നു? എങ്ങനെ ധൈര്യം വരുന്നു? അല്ലാഹു എല്ലാവരെയും നന്നാക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, എപ്പോഴും ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ നിരന്തരമായി പ്രാർത്ഥിക്കണം. പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അധികാരിവർഗം പണ്ടും പലരെയും പീഡിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്നും പതറിപ്പോകരുത്. മുൻഗാമികളൊക്കെ എന്തെല്ലാം അനുഭവിച്ചു. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് നാലാമത്തെ ഏറ്റവും വലിയ പ്രഗത്ഭനായ നേതാവാണ് അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ്. അക്കാലഘട്ടത്തിൽ അതേ അധികാരി വർഗം അദ്ദേഹത്തോട് പ്രമാണവിരുദ്ധമായ ഒരു കാര്യം സമൂഹത്തോട് പറയണം എന്ന് പറഞ്ഞു. അന്ന് രാജ്യം ഭരിക്കുന്ന മഅ്മൂൻ എന്ന ഭരണാധികാരി കയ്യിൽ അധികാരത്തിന്റെ ചെങ്കോലുണ്ട്, പോലീസിന്റെ പട്ടാളമുണ്ട്, ജയിലുണ്ട്, കൽത്തുറുങ്കുണ്ട്, എല്ലാമുണ്ട്, ആരാച്ചാറുമാരുണ്ട്. അങ്ങനെയൊക്കെ അധികാരമുള്ള മനുഷ്യനതാ മഅ്മൂൻ എന്ന് പറയുന്ന ഭരണാധികാരി മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ളയോട് നിർബന്ധിക്കുകയാണ്. അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാരെ നിർബന്ധിക്കുകയാണ്, ഞങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും, പ്രസംഗിക്കാൻ സമ്മതിക്കൂല, ക്ലാസ് എടുക്കാൻ സമ്മതിക്കൂല, ഫത്വ പറയാൻ സമ്മതിക്കൂല. പലരും അത് കേട്ടപ്പോൾ പേടിച്ചുപോയി. പലരുമതാ വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് അവരുടെ കൂടെ കൂടി. പക്ഷേ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ, മഹാനായ മുഹമ്മദ് ഇബ്നു നൂഹ് വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരാണ്. മഅ്മൂൻ എന്ന ഖലീഫയുടെ ഈ തിട്ടൂരം വകവെച്ചില്ല. പ്രമാണത്തിലുള്ളാത്തത് പറയാൻ എന്നെ കിട്ടൂല. മഹാനവറുകളേതാ കാലുമുകളിലേക്ക് ബന്ധിച്ചിട്ട് അതേ റൂഫിലേക്ക് കാലിന്റെ പടമ്പുമേൽ ചങ്ങല കെട്ടി തൂക്കിയിട്ട് ചാട്ട കൊണ്ട് അടിക്കുന്നു. അടിക്കടിക്ക് വസ്ത്രമാക്കിയിട്ട് തല്ലുകയാണ്, അടിക്കുകയാണ്. ഓരോ അടി നിർത്തിയിട്ടും ചോദിക്കും, പറയൂ ഞാൻ പറയുന്നത് പോലെ പറയൂ എന്ന തിട്ടൂരം പറയുമ്പോഴൊക്കെ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ മാഷാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചത് സംഭവിക്കും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ എന്നെ ചെയ്തോ. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. ഞങ്ങൾക്ക് അല്ലാഹ് വിധിച്ചതല്ലാതെ ഒന്നും ബാധിക്കൂല. അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി, അവനിലാണ് ഞങ്ങൾ വരമേൽപ്പിക്കുന്നത്. ആര് പിരിച്ചുവിട്ടാലും, എവിടെ നിന്ന് പിരിച്ചുവിട്ടാലും, ഏത് സ്ഥാനത്ത് നിന്ന് നീക്കിയാലും, എങ്ങോട്ട് പുറത്താക്കിയാലും, അടിച്ചാലും കൊന്നാലും ഈ സത്യമല്ലാത്തത് പറയാൻ അഹ്മദ് ഇബ്നു ഹംബലിനെ കിട്ടൂല. മഹാനവറുകൾ ഉറച്ചു നിൽക്കുന്നു. ചാട്ട കൊണ്ട് അടികൊള്ളുന്നു, കൊല്ലങ്ങളോളം കൽത്തുറുങ്കിലടക്കപ്പെടുന്നു. അധികാരി വർഗത്തിന്റെ എല്ലാ രൂപത്തിലുള്ള പ്രലോഭനങ്ങളുടെയും ഭീഷണികളുടെയും മുമ്പിൽ പടറാതെ ഉറച്ചു നിന്നൊരു നേതാക്കന്മാർ ഈ ലോകത്ത് കഴിഞ്ഞുപോയിട്ടുണ്ട്. പാഠമാകണം മുസ്ലിങ്ങളെ, പാഠമാകണം. ആരോടുമുള്ള വൈരാഗ്യത്തിനല്ല, ആരോടും പകരുവാനല്ല, ആരുടെയും മുമ്പിൽ അതിജയിക്കാനുമല്ല. പടച്ചറബ്ബേ നിന്റെ കോടതിയിൽ എനിക്ക് മനസ്സിലായ സത്യം ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സത്യമല്ലാത്തത് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പ്രിയമുള്ളവരെ ഒരു ഹദീസുകളെയും തള്ളിക്കളയരുത്. ഒരു ഹദീസും എന്റെ ബുദ്ധിക്ക് കൊള്ളില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ
തീവ്രവാദികളാക്കി തള്ളരുത്, ഉലുവിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് പരിഹസിക്കരുത്. എല്ലാം ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉള്ളതെന്താണെന്ന് പഠിക്കാത്തതിന്റെ തകരാറ് മാത്രമാണ്. അതുകൊണ്ട് പഠിക്കുക. ഏത് കാലത്തും മുജാഹിദ് പ്രസ്ഥാനത സമൂഹത്തോട് പറയുന്നത് പഠിക്കാത്തതിന്റെ തകരാറാണ് ഹദീസ് നിഷേധം, പഠിക്കാത്തതിന്റെ തകരാറാണ് അള്ളാന്റെ റസൂലിന്റെ പേരിൽ നുണ പറയൽ. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയാണെന്ന് പറഞ്ഞ്, അവിടുത്തെ ഖബറിന്മേൽ വിതറപ്പെട്ട പൊടിയാണെന്ന് പറഞ്ഞ്, മുടിയും പൊടിയും കൂടി കുത്തിക്കലക്കിയിട്ട് കലക്കിയ വെള്ളം കൊടുത്ത് 40 കോടി കൊണ്ടിടാ ഇരുമുടി വെക്കാനൊരു പള്ളി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് നാടൊട്ടാകെ കോടികൾ വിരിച്ച മുസ്ലിയാരെവിടെ? പള്ളി എവിടെ? ആ മുടിയാരുടെ മുടിയാണ്, ഞങ്ങളുടെ ഹബീബിന്റെ മുടിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇത്ര നീളമുള്ള മുടിയില്ല. വളരുന്ന മുടിയാണ്, പടരുന്ന മുടിയാണ്. അതേ പനങ്കല പോലെ നീണ്ടു കിടക്കുന്ന മുടിക്കെട്ട് വെച്ചിട്ട് ബോംബെയിലെ തെരുവീതിയിൽ നിന്ന് കൊണ്ടുവന്ന ഏതോ പെണ്ണിന്റെ മുടിയും കാട്ടിയിട്ട് ഒരു സനതും നോക്കണ്ട എന്ന് ഉളുപ്പില്ലാതെ പറഞ്ഞ് മുടിയുടെ പേരിൽ നബിതങ്ങളെ നിന്ദിക്കുന്ന ആ വർഗത്തോടും പറയുന്നു, മുജാഹിദുകൾ പ്രമാണങ്ങൾ കൊണ്ട് നിങ്ങളെ നേരിടുന്നു. നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയോ അത് ഹബീബിന്റെ മുടിയാണ്? അപ്പൊ അവസാനം പറയണം എന്താ അറിയോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തിന്റെ ആവശ്യമില്ല? സനതൊന്നും വേണ്ട. അങ്ങനെ സനതൊന്നും ആവശ്യമില്ല എന്നപ്പൊ അവസാനം പറയുന്നത്. കാരണം സനത് ചോദിക്കാനേ പാടില്ല എന്നാണ്. എത്രത്തോളം അവരെഴുതി വിടുകയാണ്, വളരെ കൃത്യമായിട്ട് അവരെഴുതി വിടുന്നു. ഒരാളാണ് പറഞ്ഞാൽ തന്നെ അതാണ് വിശ്വസിച്ചോളണം എന്നാണ്. മുടിയുടെ കാര്യത്തിലൊക്കെ അത്രയേ ഉള്ളൂ. ഒരാളതാണ് പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്യണം? വിശ്വസിച്ചോളണം. കേട്ടോ, നിങ്ങൾ വായിച്ചു കേൾപ്പിച്ചു തരാം. ഷായർ മുബാറക്, ഷായർ മുബാറക് പറഞ്ഞിട്ട് ധീരമായ ഇടപെടൽ. എന്താ ധീരമായ ഇടപെടൽ? കേട്ടോ, നിങ്ങൾ കേട്ടോ, മനസ്സിലാക്കിക്കോ. ഒരു മുഅ്മിനായ വ്യക്തി ഒരു കേശമോ അല്ലെങ്കിൽ ഒരു പാത്രമോ, കേട്ടോ, നിങ്ങൾ ശരിക്കും പഠിച്ചു വെച്ചോ. ഒരു മുഅ്മിനായ വ്യക്തി ഒരു കേശമോ അല്ലെങ്കിൽ ഒരു പാത്രമോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു വല്ല വസ്തുക്കളോ കാണിച്ച് ഇത് തിരുനബിയുടേതാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ യാതൊരുവിധ സനതും ആവശ്യമില്ല. കണ്ടോ, ഒരുത്തൻ നാളെ വന്നിട്ട് ഒരു പാത്രം വെച്ചിട്ട് കാണിച്ചു, ഇത് മുത്തനബി പാലുടിച്ച പാത്ര. വേറൊരുത്തൻ വന്നിട്ട് ഒരു ചെരുപ്പ്, ഇത് മുത്തുനബി കുടിച്ചത് നടന്ന ചെരുപ്പാ. വേറൊരുത്തനെ വടി വെക്കി പിടിച്ചിട്ട് ഇത് മുത്തുനബി നടക്കുമ്പോൾ ഉപയോഗപ്പെടുത്തിയിരുന്ന വടിയാ എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് സ്വീകരിച്ചോളണം. ഒരു സനതും അതിന് ആവശ്യമില്ല. എന്നല്ല, തിരുനബിയുടേതാണെന്ന് കേട്ടാൽ അതിനാദരിക്കുകയും അംഗീകരിക്കുകയുമാണ് നമ്മുടെ കടമ, അല്ലാതെ സനതി ചോദിക്കലല്ല. എന്റെ ബുദ്ധികളെ, നിങ്ങൾ ആരുടെ മുമ്പിലേക്കായി എഴുതി വിടുന്നത്? ഇനിയും നേരം വെളുപ്പില്ല. സനതുണ്ടോ എന്നിട്ടിപ്പോ സനതില്ല. സനത് വേണം വിചാരിച്ചിട്ടല്ലേ മറ്റേയാൾ ഇങ്ങനെ കുറെ വായിച്ചത്. മറ്റേയാൾ ഇന്നാൾ എന്നിട്ട് ഇങ്ങനെ വായിച്ചു നോക്കി. പിന്നെ പറഞ്ഞു അത് ശരിയായ സനതല്ല, അടിരേഖ അബുദാബിയിലല്ലേ. അപ്പൊ പത്രക്കാർ പറഞ്ഞു, എന്നാ പിന്നെ ഈ അടിരേഖ അബുദാബി പോയിട്ട് കൊടുന്നൂടെ, നിങ്ങൾ അവിടെ പോകണതല്ലേ? അല്ല, അത് അവിടുത്തെ അറബി വേറെ ഏതോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വന്നിട്ട് വേണം. അവസാനം അതിനൊന്നും തുമ്പില്ല, ഉള്ളി തോലൊഴിച്ച് മാരിയായി. അവസാനം നോക്കുമ്പോൾ കയ്യ് ബാക്കിയായി, ഒന്നുമില്ല, സംഗതിയില്ല. ഈ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് 40 കോടിയുടെ കെട്ടിടം ഉണ്ടാക്കാൻ നോക്കി. മുടിവെക്കാനുള്ള കെട്ടിടമെന്ന് പറഞ്ഞിട്ട് ആ ഫ്ലക്സ് ബോർഡടിച്ചത് തിരുദേശത്തിനൊരു ഉത്തമ കേന്ദ്രം എന്നായിരുന്നു പരസ്യം. പക്ഷേ ഇപ്പോൾ പറയുന്നു ഗവൺമെന്റിനോട് അത് മുടിവെക്കാനല്ല. അപ്പോൾ പിന്നെ ഉള്ളിലെ സംസാരമെന്ത്? തടിവെക്കാനാണ്. മുടിവെക്കാനല്ല പള്ളി, തടിവെക്കാനാണ്. ആരാ തടി? മുപ്പരുസ്താദ് വെച്ചാൽ അവിടെ തടി വെക്കണം, അതിനുള്ള വള്ളിയാണ്. അപ്പോഴൊക്കെ മറ്റേ പകര ഇതിലൊക്കെ ഇടമ്പോലിട്ടിരിക്കുന്നത്. അവിടെ ഒന്നും തടി വെക്കരുത്. കാരണം സി എം മടവൂര് മരിച്ചിട്ട് ജനാസം ഇങ്ങനെ കോഴിക്കോട്ട് നിന്ന് കൊണ്ടുപോകുമ്പോ മർക്കസിന്റെ മുമ്പിലെത്തിയപ്പോ വണ്ടി അവിടെ ഓഫായി എന്നാണ് സി എം മടവൂരിന്റെ ജനാസം. അപ്പൊ മൂപ്പർക്ക് അവിടെ കിടക്കണം എന്നൊരു പൂതി. എവിടെ? മർക്കസ് കോംപ്ലക്സിൽ ജാറം വേണമെന്ന പൂതി. പക്ഷെ പെട്ടെന്ന് വന്നിട്ട് വണ്ടിയാണ് ചാട്ടായി. നമ്മളെ പകരാഹിസനി പറയുന്നാക്ക വണ്ടിയാണ് ചാട്ടായി. അപ്പൊ ചാട്ടായതെന്തേ? ഞാൻ ഇവിടുന്ന് പോകുക, ഇവിടെ കിടക്കണ്ട. ഞാനിവിടെ കിടന്നാൽ ഇവിടെ കിടക്കേണ്ടവന്റെ സ്ഥാനം ഇല്ലാതെയായി പോകും. അപ്പൊ പകരപ്പളെ പറഞ്ഞിട്ടുണ്ട്, കിടന്നാ പോയി കിട്ടിയാ അവിടെ കിടത്തേണ്ടത്. അപ്പൊ അതും പൊളിഞ്ഞു. അപ്പൊ തടി അവിടെ വെക്കണോ എവിടെ വെക്കണോ ഈ രൂപത്തിൽ നിങ്ങൾ എവിടെ വേണമെങ്കിൽ വെച്ചോ. പക്ഷേ ഞങ്ങളുടെ ഹബീബിന്റെ മുടിയാണെന്ന് പറഞ്ഞിട്ട്, കേശമെന്ന് പറഞ്ഞിട്ട് ഒരു സാധനവും കൊണ്ട് നടന്നുകൊണ്ട്
അതിന്റെ യാതൊരു നിലക്കുള്ള പ്രൂഫുമില്ലാതെ തെളിയിക്കാൻ നിങ്ങൾക്കൊരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് നബി തങ്ങളുടെ മുടിക്ക് പ്രത്യേകതയില്ലെന്നല്ല, അവിടുത്തെ മുടിക്ക് പ്രത്യേകതയുണ്ടായിരുന്നു, അത് പക്ഷേ ഇന്ന് കിട്ടാനില്ല. അതുകൊണ്ട് സുന്ദരിയായ സാറയുടെ കാര്യം പറഞ്ഞ് വിരൂപിണിയായ സൂറയെ കെട്ടിക്കാനുള്ള ഇടപാട് നടക്കൂല. മുസ്തഫയുടെ പോരിശ പറഞ്ഞിട്ട് അതേ തുപ്പലുപ്പാപ്പാന്റെ തുപ്പലും കന്നാസൗര്യയുടെ കന്നാസ് വെള്ളവും മന്ത്രിച്ചൂത്തും രോമവും മുടിയും പുതപ്പും അതുപോലെ തന്നെ തുപ്പലും കൊണ്ട് സമൂഹത്തെ ചികിത്സിക്കാൻ സമ്മതിക്കൂല. അതേ പലപ്പോഴും എന്താ ആളുകളോട് പറയാറുള്ളത്, മഹാന്മാരായ ഔലിയാക്കന്മാർ ഒരിടത്തല്ല പല സ്ഥലത്തും അവരെ ഒരേ സമയം കാണുന്നു. ഈ നാട്ടിൽ തന്നെയുള്ള ആളെപ്പറ്റി എന്താ പത്രത്തിൽ എഴുതിയത്, അദ്ദേഹം ഒരേ സമയത്ത് പല സ്ഥലത്തും അദ്ദേഹം ഉണ്ടാവാറുണ്ട് എന്നാണ്. ഇവിടെ ഈ നാടിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയനെ കുറിച്ച് അതിന്റെ ഒരു പ്രസിദ്ധീകരണത്തിൽ എഴുതിയത് എന്താണ്, അദ്ദേഹം ഒരേ സമയത്ത് തന്നെ അദ്ദേഹം പല സ്ഥലത്തും ഉണ്ടാകാറുണ്ട് എന്നാണ്. അദ്ദേഹത്തിന്റെ തന്നെ പേരിലുള്ള ഒരു പുസ്തകമാണ് കെടാവിളക്കുകൾ എന്ന പേരിലുള്ള പുസ്തകത്തിൽ നമുക്ക് കാണാം. കയ്പമംഗലം ഉള്ള ഒരു വലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളെപ്പറ്റി പറയാണ്, ജദുബിന്റെ അവസ്ഥയിൽ നീങ്ങിയപ്പോൾ ഹജ്ജിലും മറ്റു സ്ഥലങ്ങളിലുമായി ഒരേ സമയം കണ്ടതായി പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ പൊയ്ക്കോളൂ, ഞാനവിടെ ഉണ്ടാകും എന്നായിരിക്കും ചെടിതാക്കളോടുള്ള മറുപടി. എവിടേക്ക് പോകുമ്പോൾ ആരെങ്കിലും വിളിച്ചത് നിങ്ങൾ പോയിക്കോ, ഞാനൊക്കെ അവിടെ എത്തിക്കോളൂ. അവിടെയും കാണും, ഇവിടെയുണ്ട്, മുക്കത്തുണ്ട്, കയ്പമംഗലത്തുണ്ട്, മാറാനപ്പള്ളിയുണ്ട്, കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്, തലശ്ശേരിയുണ്ട്, എല്ലായിടത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒറ്റ ശരീരമേ ഉണ്ടായിരുന്നുള്ളൂ. മുജാഹിദുകളിതാ പറയുന്നത്. പ്രമാണങ്ങളിലുള്ളത് നമ്മൾ വിശ്വസിക്കുക, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തുക. സുഹൃത്തുക്കളെ, അതാണ് ഇസ്ലാമികമായിട്ട് നാം ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ. നമുക്ക് ശരിയായ നിലക്കുള്ള പ്രമാണങ്ങളിലേക്ക് മടങ്ങി ശരിയായ ഒരു ജീവിതത്തിന്റെ മാർഗത്തിലേക്ക് നമ്മൾ ജീവിക്കണം. പഠിക്കാൻ തയ്യാറാവുക, ദീന് ശരിക്ക് പഠിക്കണം. അതിന് എന്തെല്ലാം വേദികളുണ്ട് പ്രിയമുള്ളവരെ, ഖുർആൻ പഠിപ്പിക്കുന്ന, ഹദീസ് പഠിപ്പിക്കുന്ന വേദികളിലെ ഇന്ന് എന്തെല്ലാം സംവിധാനങ്ങൾ മുൻകാലങ്ങളെ അപേക്ഷിച്ചുണ്ട്. ഇന്റർനെറ്റ് സംവിധാനങ്ങളിൽ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമുകളാ നമ്മുടെ പണ്ഡിതന്മാര് വിറാസാത്തുദ്ദീൻ എന്ന നിലക്ക് ദീൻ തന്നെ പഠിപ്പിക്കുന്ന പ്രത്യേകമായ ക്ലാസുകൾ, പ്രസംഗങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ഇപ്പൊ പെരിന്തൽമണ്ണയിലൊക്കെ അത് നടക്കുന്നുണ്ട്. അവിടെ പോകാൻ നിങ്ങൾ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് സംവിധാനത്തിലൂടെ പഠിച്ചുകൂടെ? വീട്ടിൽ നിന്ന് ഉമ്മമാർക്ക് പഠിച്ചുകൂടെ? എന്തെല്ലാം വിഷയങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്, എന്തെല്ലാം സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മുസ്ലിമീങ്ങൾക്കിടയിലും ദഅവത്ത് നടത്തേണ്ടതല്ലേ? നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന സംവിധാനം, അതെ, മുസ്ലിമീങ്ങൾക്കിടയിലേക്ക് ദഅവത്ത് നടത്തുന്ന സംവിധാനം നമ്മുടെ കയ്യിലില്ലേ? ആ സംവിധാനം അത് ഉപയോഗപ്പെടുത്തണം. അതിന്റെ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ സഹകരിക്കണം. ആ രംഗത്ത് കഴിവുള്ളവർ അതിന്റെ കഴിവുകൾ തെളിയിച്ചുകൊണ്ട് ആ രംഗത്തും ബാധ്യതകൾ നിർവഹിക്കണം. നമുക്കൊക്കെ മരിച്ചു പോകേണ്ടവരാണ്. ഇസ്ലാമികമായ ജീവിതത്തെക്കുറിച്ച് അതിന്റെ യഥാർത്ഥമായ നിലക്ക് നമ്മൾ പഠിക്കണം. ഇൽമാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. ഇൽമില്ലെങ്കിൽ നമ്മളാകെ നമ്മുടെ ഹൃദയം ഖറാബായി പോകും. പരിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ, അതേ, അത് ശരിക്കും പഠിച്ചു മനസ്സിലാക്കിയ സ്വഹാബാ കിറാമിന്റെ ചരിത്രങ്ങൾ, ആവേശം പകരുന്ന ആ ചരിത്രങ്ങളൊക്കെ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമികമായ കാര്യങ്ങളിൽ കൂടുതൽ അറിവുള്ളവരായിക്കൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ മുന്നോട്ട് പോകണം. ആ അർത്ഥത്തിൽ നമ്മൾ ജീവിച്ചാൽ സർവശക്തനായ നാഥന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വലിയ സഹായമായിരിക്കും ഈ ലോകത്തും നാളെ പരലോകത്തും ഉണ്ടാവുക. ഇവിടെ അനുഭവിക്കുന്ന എല്ലാ സൗകര്യങ്ങൾക്കും നാളെ പരലോകത്ത് മറുപടി പറയണമെന്ന് വിശ്വസിക്കുന്നവരല്ലേ നമ്മളൊക്കെ? ഈ വാശിയും ഈ വൈരാഗ്യവും വഴക്കും ഗ്രൂപ്പിസവും എല്ലാ പക്ഷപാതിത്വങ്ങളും, അതേ, നിങ്ങൾ എന്തിനാണ് സംഘടനയെ ചോദ്യം ചെയ്യുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത്. ആരാട് പ്രിയമുള്ളവരെ സംഘടനയെ ചോദ്യം ചെയ്യുന്നത്? കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ എന്ന് പറയുന്ന മഹത്തായ സംഘടന, അതിന്റെ സ്ഥാപിത പ്രസിഡന്റ് സ്ഥാപിത കാലം തൊട്ട് 1951 അൽമനാറാണ് എന്റെ കയ്യിലുള്ളത്. ആ സംഘടനയുടെ നയം അവിടെ പറഞ്ഞപ്പോ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ കേൾക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പ്രമാണമാക്കി മുസ്ലിമായി ജീവിച്ചുകൊള്ളാമെന്നും കേരള നദുവത്തുൽ മുജാഹിദീൻ സംഘത്തിന്റെ നേതാവ് ദീനിനെതിരല്ലാത്ത വിധത്തിൽ കൽപ്പിക്കുന്നതനുസരിച്ച്
സംഘത്തിൽ അച്ചടക്കത്തോടെ ഒരംഗമായിരുന്നു കൊള്ളാമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. 1951 KNM-ന്റെ പ്രതിജ്ഞയാണ്. ഇന്നും അതിലാണ് നമ്മളുള്ളത്. ഖുർആനാണ് പ്രമാണം, സുന്നത്താണ് പ്രമാണം. നേതാക്കളോ അവർ ദീനിനെതിരല്ലാത്തത് പറയുന്നിടത്തോളം അനുസരിക്കും. അല്ലെങ്കിൽ ഏത് നേതാവ് പറഞ്ഞാലും, ആരോട് പോയിട്ട് നിങ്ങളൊക്കെ മുശ്രിക്കായി എന്ന് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇസ്ലാമികമായി കൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ബോധവാന്മാരാവുക. ഉപകാരമുള്ള അറിവിനെപ്പറ്റി അല്ലാഹുവോട് ചോദിക്കുക. അല്ലാഹുവേ, നാഫിയായ ഇൽമ് തരണേ, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയണേ. ലോകം കണ്ട ഏറ്റവും വലിയ ആലിമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോലും അല്ലാഹു കൽപ്പിച്ചത് റബ്ബി സിദ്നി ഇൽമാ, ഇൽമ് വർദ്ധിപ്പിച്ചു തരണേ നാഥാ. അതേ, ഇൽമ് പഠിക്കാനുള്ള മാർഗങ്ങളെമ്പാടുമുണ്ട്. അതേ, പെരിന്തൽമണ്ണക്കടുത്തതാ ചെറുകരയിൽ വെച്ച് ഒരു സ്ഥാപനം ഇന്ന് അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതേ, പല കുട്ടികളെയും അതേ അവർക്ക് ശരിയായ നിലക്ക് ദീന് പഠിപ്പിക്കുവാനുള്ള സംവിധാനമാണ്, അവർക്ക് ദീന് പഠിക്കാനുള്ള സംവിധാനമാണ്. 100 കണക്കിന് കുട്ടികളിതാ പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ട് കാത്തു നിൽക്കുകയാണ്. ആ സ്ഥാപനത്തിനെന്ന് തൽക്കാലം ഒരു വാടക കെട്ടിടത്തിലാണെങ്കിലും ഇന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, നിന്റെ ഖുർആനും ഹദീസും ലോകത്തിന്റെ മുമ്പിൽ വളച്ചുകെട്ടില്ലാതെ പ്രചരിപ്പിക്കാനുള്ളവരെ കേന്ദ്രമാക്കി ആ മഹൽ സ്ഥാപനത്തെ വളർത്തണേ അല്ലോ. ദുആ ചെയ്യണേ പ്രിയമുള്ളവരെ, അതിനുവേണ്ടി സഹായിക്കണേ, സഹകരിക്കണേ. ഇൽമാണ് ഏറ്റവും വലിയ ആയുധം. ആ ഇൽമുള്ളവർക്കാണ് പവറുള്ളത്. യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു നിങ്ങളിൽ വിശ്വസിച്ചവരെയും ഇൽമുള്ളവരെയുമാണ് അതേ വലിയ വലിയ പദവികൾ ഉയർത്തുന്നത് എന്ന് പറയുന്നുണ്ട്. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? അറിവോടുകൂടി പ്രവർത്തിക്കാലല്ലേ അല്ലാഹു കബൂലാക്കുകയുള്ളൂ. 5 നേരത്തെ നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും സക്കാത്താണെങ്കിലും അതേ സുന്നത്തുകൾ എന്തും അറിവോടെ ചെയ്തെങ്കിലല്ലേ അല്ലാഹു കബൂലാക്കുകയുള്ളൂ. അതുകൊണ്ട് ഉള്ളതെന്താണെന്ന് പഠിക്കണം, ഇല്ലാത്തതെന്താണെന്ന് വേർതിരിച്ചറിയണം. സത്യത്തെ ആര് വെറുത്താലും അതിനെ പിന്തുണക്കണം, അസത്യത്തെ ആര് പിൻപറ്റിയാലും അതിനെ എതിർക്കണം. ആ നിലക്ക് സത്യത്തിന്റെ ആളുകളായി അസത്യത്തിന്റെ എതിരാളികളായി കൊണ്ട് പ്രമാണബദ്ധമായി പടച്ചവന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് അതേ ജീവിക്കണം. നമ്മുടെ മക്കളെ അങ്ങനെ വളർത്തണം. നമ്മുടെ വീടിന്റെ അന്തരീക്ഷം അങ്ങനെയായി മാറണം. ഖുർആനോത്ത് വീടുകളിൽ മുഴങ്ങണം. അതേ, നിത്യജീവിതത്തിലെ ദിക്റുകളെന്റെ ഉമ്മമാര് മക്കളെ പഠിപ്പിക്കണം, അർത്ഥസഹിതം പഠിപ്പിക്കണം. അതിനാദ്യം നിങ്ങളത് പഠിക്കണം. ജീവിതത്തിൽ ആ നിലത്തൊരു മാറ്റം വരട്ടെ, വേഷവിധാനത്തിൽ മാറ്റം വരട്ടെ. മൊബൈലിന്റെയും നെറ്റിന്റെയും പ്രണയത്തിൽ കുടുങ്ങാതെ അശ്ലീലതകളിലേക്ക് അധർമ്മങ്ങളിലേക്ക് പോകാതെ നമ്മുടെ മക്കളെ അല്ല കാത്തുരക്ഷിക്കണ്ടേ. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാതെ കേവലം പ്രാർത്ഥന കൊണ്ട് ഫലമുണ്ടോ പ്രിയമുള്ളവരെ? അതുകൊണ്ട് പ്രാർത്ഥിക്കൂ, അതുപോലെ പ്രവർത്തിക്കൂ. പടച്ചവന്റെ സഹായമുണ്ടാകും. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും കേട്ടോ. ആരുടെയും മുമ്പിൽ മുട്ടുപതറാതെ മുട്ടുവരക്കാതെ നട്ടെല്ലോടെ നിവർത്തി നിൽക്കാൻ നിങ്ങൾക്കുള്ള ധൈര്യം തരും കേട്ടോ. അതെ, അതിന് മുൻഗാമികളുടെ പാതയിൽ അടിയുറച്ചു നിന്നോ, റസൂലുള്ള കാണിച്ച പാതയിൽ നിന്നോ, സഹാബത്ത് കാണിച്ച പദവിയിൽ നിന്നോ അതിൽ നിന്ന് മത്സരിച്ച് പെരുമാറിപ്പോയാൽ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നമ വസഅത് മസീറാ. ആര് അല്ലാഹുവിന്റെ റസൂലിനോട് മത്സരം കാണിച്ചുകൊണ്ട് സത്യമെന്താണെന്ന് വ്യക്തമായി മനസ്സിലായിട്ട് പോലും അതേ ആ മാർഗത്തിൽ നിന്ന് വിട്ടുമാറി നിന്നുകൊണ്ട് മുൻഗാമികൾ പ്രമാണബദ്ധമായി പഠിപ്പിച്ച പാതയോട് മത്സരം കാണിച്ചുകൊണ്ട് ആര് തിരിഞ്ഞു പോയോ, തിരിഞ്ഞവനെ തിരിഞ്ഞയിടത്തേക്കങ്ങ് പോയിട്ട് നരകത്തിലാണ് അന്ത്യം കേട്ടോ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സത്യത്തെ സത്യമായി മനസ്സിലാക്കുക, പഠിക്കുക, തെറ്റിദ്ധാരണകൾ അകറ്റുക, ദുഷ്പ്രചരണങ്ങളിൽ നിന്ന് മാറി നിൽക്കുക.
അല്ലാഹുവിനെ വിചാരിച്ച്, ദീനിനെ വിചാരിച്ച്, ഖബർ ജീവിതത്തെ വിചാരിച്ച്, പരലോകത്തെ വിചാരിച്ച്, വിചാരണയെ നമ്മുടെ ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും നന്നാക്കുവാൻ നമ്മളാരും ഒന്നും തികഞ്ഞവരല്ല. ഒരുപാട് പാപികളാണ്. അല്ലാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക. നമ്മുടെ ദുആകൾ അധികരിപ്പിക്കണം. സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ അധികരിപ്പിക്കണം. ദിക്റുകളും ദുആകളും കൊണ്ട് നമ്മുടെ ചുണ്ടുകൾ എപ്പോഴും ആ നിലക്കായിത്തീരണം. പ്രത്യേകമായ പല ദിക്റുകളും പല അവസരങ്ങളിലും ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വല്ലാത്ത മനക്കരുത്ത് പകരും, ജീവിതത്തിൽ വലിയ സന്തോഷം പകരും. നമ്മുടെ വീടുകളിൽ പഠിപ്പിക്കണം, കുട്ടികൾക്ക് അത് പകർന്നു കൊടുക്കണം. ആ നിലക്ക് തന്നെ അവരെ വളർത്തണം. ആ നിലക്കുള്ള ഒരു ചുറ്റുപാടുകളിലേക്ക് ഉയരാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു ഒരു സ്വാലിഹായ അമലാക്കി സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും അബദ്ധങ്ങൾ വാക്കുകളിൽ അറിയാതെ വന്നുപോയെങ്കിൽ അല്ലാഹു പുറത്തു തന്നു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും അതിനെ പിൻപറ്റുവാനും അസത്യത്തെ അസത്യമായി കണ്ടുകൊണ്ട് തന്നെ അതിനെ തള്ളിക്കളയുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന്റെ പേരിൽ പ്രവർത്തിച്ചവരും സഹായിച്ചവരുമായ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, ഒരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യണമേ. ഒരുപാട് ആളുകൾ രോഗികളായിട്ടുള്ളവരുണ്ട്. അല്ലാഹുവേ, നീ ശിഫ നൽകണമേ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ സന്തോഷത്തിലാക്കി കൊടുക്കണമേ. അല്ലാഹുവേ, നാളെ പരലോകത്തെ സന്തോഷത്തോടെ ഒരുമിച്ച് സ്വർഗത്തിലെത്തിച്ചേരാൻ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണേ നാഥ. എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുച്ചരിച്ച് സന്തോഷകരമായ സന്തോഷ വാർത്തകൾ കേട്ടുകൊണ്ട്, സന്തോഷകരമായ കാഴ്ചകൾ മലക്കുകളാൽ കണ്ടുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ആ നിലക്കുള്ള ഒരു അന്ത്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ സംരംഭങ്ങളെ അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. തെറ്റിദ്ധരിച്ചവർക്ക് സത്യം മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു ഇതിലൂടെയെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.